ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം പുഷ്പനാഥ് എഴുതിയ നോവൽ സൂര്യസംഹാരം, അധ്യായം 1. അന്നും പതിവ് പോലെ വിഷ്ണുദേവൻ കഥകളി പഠനവും കഴിഞ്ഞ് വരികയായിരുന്നു. സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു. അന്നത്തെ വരവിന് ഒരു പ്രത്യേക ഉത്സാഹം കൂടി ഉണ്ടായിരുന്നു. ഇല്ലത്തേക്ക് പോരുന്ന വഴിക്കാണ് ഓമല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടെ ഉത്സവമാണ്. അന്ന് 6 വെളുപ്പിന് വരെ കഥകളിയുണ്ട്. കഥ കല്യാണ സൗഗന്ധികം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കഥയാണ്. ശരിക്കെന്ന് കാണണമെന്ന് വിഷ്ണുദേവൻ ഉറച്ചു. അങ്ങനെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിൽ കൂടി ഒറ്റയ്ക്ക് നടന്ന ക്ഷേത്രവളപ്പിന് അടുത്തെത്തി. അങ്ങുമിങ്ങും ആരും ചിതറി നടക്കുന്നതായി കണ്ടില്ല. അല്പം കൂടി മുന്നോട്ട് കാൽ വെച്ചപ്പോൾ ആട്ടക്കളത്തിൻ്റെ പിന്നിലെത്തി. ഭീമനാണ് തട്ടിൽ. ആടിത്തകർക്കുകയാണ്. വിഷ്ണുദേവൻ മുന്നിലെത്തി. പിന്നോട്ട് നടന്ന് അടർന്നു വീണുകിടന്ന ഒരു കരിങ്കൽ തൂണിലിരുന്നു. അവിടെ ഇരുന്നാൽ ശരിക്കും കാണാം. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. കാലങ്ങൾ ചുറ്റുമതിലുകളും ചുറ്റമ്പലവും അടർത്തി കളഞ്ഞിരുന്നു. പഴയ പ്രതാപകാലമൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് പുനരുദ്ധരിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉടമ ചേന്നാങ്കേരി മനയിൽ ധനദേവൻ നമ്പൂതിരിപ്പാടാണ്. ഇല്ലവും ഇപ്പോൾ ശോചനീയ അവസ്ഥയിലാണ്. അതുകൊണ്ട് നടത്തിപ്പ് നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു കാലത്ത് ശക്തി കത്തി നിന്നിരുന്ന ക്ഷേത്രമാണ്. പക്ഷികൾ പോലും ക്ഷേത്രം അകലെ വെച്ച് കണ്ടാൽ മാറിപ്പറക്കുമായിരുന്നു. ഇപ്പോഴും ദേവിയുടെ മുൻപിൽ ആശ്രയിക്കുന്നവരെ കൈവിടാറില്ല. വിഷ്ണുദേവൻ അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കി. അധികം ആളുകളൊന്നുമില്ല. കഥകളി പ്രേക്ഷകരായിട്ട് ഉള്ളവർ പ്രായമായവരും. അവരൊക്കെ രസിക്കുന്നുമുണ്ട്. ചിലരൊക്കെ അടുത്തിരിക്കുന്നവരോട് ഭീമന്റെ ആട്ടത്തെക്കുറിച്ച് അടക്കം പറയുന്നുണ്ട്. ആട്ടവിളക്കിൻ്റെ പ്രകാശം അധിക ദൂരം പോയിരുന്നില്ല. എങ്കിലും വലതുവശത്തുള്ള ശ്രീകോവിലിനു മുന്നിൽ പ്രകാശവും നിഴലും ഇടകലർന്നു നിന്നിരുന്നു. പെട്ടെന്ന് വിഷ്ണുദേവന്റെ കണ്ണുകൾ ശ്രീകോവിലിന്റെ വാതിലിൽ പതിഞ്ഞു നിന്നു. അവിടെ എന്തോ അപാകതയുള്ളതുപോലെ അയാൾക്ക് തോന്നി. വാതിലിനു ചുറ്റും ദീപങ്ങൾ ജ്വലിക്കുന്നുണ്ട്. പക്ഷേ എണ്ണ തീർന്നതുകൊണ്ട് നാളങ്ങൾ കണ്ണു ചിമ്മിത്തുടങ്ങി. വിഷ്ണുദേവൻ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. താൻ സ്വപ്നം കാണുകയല്ലെന്ന് വരുത്തുവാൻ അയാൾ വെറുതെ തുടയിൽ നുള്ളി നോക്കി. വേദനിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല. ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. ശ്രീകോവിലിനു മുന്നിൽ വലതുവശത്തായി അതിസുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു. കാഴ്ചയിൽ അവൾ ഒരു ദേവതയെപ്പോലെയാണ്. അല്ലെങ്കിൽ ദേവതാ സങ്കല്പം പോലെ. അവളുടെ കൺമിഴിയിണകൾ വിഷ്ണുദേവനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ കണ്ണുകൾ എത്ര മനോഹരം! കണ്ണുകൾക്ക് മുകളിൽ വരച്ചു മനോഹരമാക്കിയതുപോലെയുള്ള പുരുകക്കൊടികൾ, സന്ധ്യയുടെ ചുമപ്പ് തങ്ങി നിൽക്കുന്ന കവിൾത്തടങ്ങൾ, അധരങ്ങളോ ചുംബിക്കാൻ വെമ്പൽ കൊള്ളുന്നതുപോലെ. വൈഡൂര്യങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ആഭരണങ്ങൾ അവൾക്ക് വീണ്ടും ശോഭ നൽകുന്നു. അവയൊക്കെ ക്ഷേത്ര ചുവരുകളിലുള്ള ദാരുശില്പങ്ങളിൽ കാണാറുള്ളവയാണ്. അവളുടെ വസ്ത്രങ്ങൾ തങ്കനൂൽ കസവ് പാകിയവയാണ്. പുടവയ്ക്ക് മുകളിൽ മാറിടത്തിനു മേൽ അവൾ ഒരു നേരിയത് കച്ച കെട്ടിയിരിക്കുന്നു. അവളുടെ നഗ്നമായ ചുമലുകൾ കൊഴുത്തുരുണ്ട് വടിവൊത്തതും താമരപ്പൂവിൻ്റെ ഇതളുകളുടെ ചുവട്ടിലെ നിറമുള്ളതുമാണ്. നഗ്നമായ കൈത്തണ്ടകൾ ഒരു വെണ്ണക്കൽ ശില്പത്തിൻ്റെ കൈകൾ പോലെ. ആരാണിവൾ? വിഷ്ണുദേവൻ ചിന്തിച്ചു. അവൾ അയാളിൽ തന്നെ ദൃഷ്ടിയൂന്നി അവിടെ നിന്ന് സാവധാനം നീങ്ങി. വിഷ്ണുദേവന്റെ കണ്ണുകളും അവളെ പിന്തുടർന്നു. അവൾ അവിടെ നിന്ന് നടന്ന് വിഷ്ണുദേവന്റെ പിന്നിലെത്തി. അവൾ അടുത്തു വന്നപ്പോൾ താമരപ്പൂവിൻ്റെ സുഗന്ധം അയാളുടെ നാസികയെ തടവി. ആ പരിമളം അയാളെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കി. അവൾ തൊട്ടു പിന്നിൽ നിൽക്കുന്നു. ഹേയ്! അവൾ പതുക്കെ അയാളെ വിളിച്ചു. വിഷ്ണുദേവൻ മുഖം തിരിച്ചു. വരൂ! അവൾ വിളിച്ചു. ആ വിളി അയാളുടെ കരളിൽ ഉരുമി. വിഷ്ണുദേവൻ അവിടെ തന്നെ ഇരുന്നു. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുവാൻ അയാൾ ചുറ്റും നോക്കി. ഇല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിൽ തന്നെ തറച്ചിരിക്കുന്നു. അവരിൽ ചിലരുടെ ശിരസുകൾ താളത്തിനൊത്ത് ആടുന്നുമുണ്ട്. ദേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അവൾ മന്ത്രിച്ചു. വിഷ്ണുദേവൻ വല്ലാതെയായി. അയാളുടെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു സ്ത്രീയുമായും അടുത്ത് ബന്ധം പുലർത്തിയിട്ടില്ല. വല്ലപ്പോഴും സംസാരിക്കുന്നത് ഇല്ലത്തിലെ അടിച്ചുതള്ളിക്കാരി പാറുക്കുട്ടിയമ്മയോട് മാത്രമാണ്. അവർക്ക് പ്രായം 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ആകെയുള്ള കൂട്ട് പാറുക്കുട്ടിയമ്മ മാത്രമാണ്. മറ്റാരും തന്നെ ആ തറവാട്ടിൽ സ്ഥിരമായിട്ടില്ല. അപൂർവം ചില അവസരങ്ങളിൽ അമ്മാവൻ്റെ മകൾ ഇന്ദു അവിടെ വന്നിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിനിയായ അവൾ അവിടെ ഒരിക്കലും അധിക സമയം തങ്ങാറില്ല. അവധി ദിവസങ്ങളിൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും. അതുകൊണ്ട് വിഷ്ണുദേവനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഒരു അജ്ഞാത രഹസ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ക്ഷേത്രത്തിൽ വച്ച് തൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന യുവതിയോട്
ഒന്ന് സംസാരിക്കുവാൻ പോലും വിഷ്ണുദേവൻ ശ്രമിക്കാത്തത്. അയാളുടെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. വരൂ, നമുക്ക് പോകാം, അവൾ അടുത്തു ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും തൻ്റെ എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷ്ണുദേവൻ ചോദിച്ചു, നീ ആരാ? പറഞ്ഞപ്പോൾ അയാളുടെ നെഞ്ചെടുപ്പിന് വേഗത കൂടി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശാന്തതയും കിട്ടി. അതൊക്കെ ഞാൻ പറയാം, അങ്ങ് ചെന്നിട്ട്. അവൾ പറഞ്ഞു. എവിടെ? അങ്ങ് ഇല്ലത്ത് ചെന്നിട്ട്. ഇല്ലത്തോ? അതെ. ഹേയ്, ഊരും പേരും നിശ്ചയമില്ലാത്ത നിന്നെ ഞാൻ എങ്ങനെയാ ഇല്ലത്ത് കൊണ്ടുപോവുക? എന്നെ നിങ്ങൾ അറിയും, ആലോചിച്ചു നോക്കൂ. അവൾ അയാൾ കാണാതെ തൻ്റെ വലതു കൈ അയാളുടെ ശിരസിന് മുകളിൽ പിടിച്ചു. നിങ്ങളറിയും, വരൂ നമുക്ക് പോകാം, അവൾ നിർബന്ധിച്ചു. വിഷ്ണുദേവൻ ഒരു ദിവാസ്വപ്നത്തിലെന്നവണ്ണം എണീറ്റു. കഥകളി കാണണമെന്നുള്ള അയാളുടെ മോഹം പെട്ടെന്ന് മനസ്സിൽ നിന്നും പറന്നുപോയി. നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നിലുണ്ട്. അവൾ മുന്നിൽ നിന്നും പിന്നിലേക്ക് വഴുതി നീങ്ങി. വിഷ്ണുദേവൻ നടന്നു. നിങ്ങൾ കഥകളി പഠിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു, അവൾ പറഞ്ഞു. അതെങ്ങനെയാ? നീ എവിടായിരുന്നു? ഞാൻ ശ്രീകോവിലിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പോകുന്നുണ്ടെന്ന് എങ്ങനെയാ അറിയുക? അയാൾ ചോദിച്ചു. അതെനിക്കറിയാമായിരുന്നു. എന്നും നോക്കി നിൽക്കും. ഇന്ന് ക്ഷേത്രത്തിൽ വരുമെന്ന് ഞാൻ ഊഹിച്ചു. അതെങ്ങനെ? കഥകളി നിങ്ങളുടെ ജീവനാണ്. വിഷ്ണുദേവൻ നടന്നു. ഇതൊക്കെയാണെങ്കിലും നീ ആരെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ അങ്ങ് ചെന്നിട്ട്. പക്ഷേ ഒരു സംശയം അയാൾക്ക് തോന്നി. ഇവൾ ആര്? എന്തിനാണ് എന്നെ തേടി നിന്നത്? എന്താവശ്യത്തിനാണ് വീട്ടിൽ വരുന്നത്? ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇവൾ സാധാരണ ഒരു പെണ്ണ് തന്നെയാണോ, അതോ യക്ഷിയോ? ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമോ എന്തോ? വിഷ്ണുദേവൻ സംശയിച്ചു. ആ അർദ്ധരാത്രിയിലും അവൻ്റെ ഇല്ലത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. അവൾ അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഉറക്കറ? അധ്യായം 2. വിഷ്ണുദേവൻ വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ സപ്തനാഡികളും തളർന്നുപോയി. അയ്യേ, എന്താ ഇങ്ങനെ? ധൈര്യമായിരിക്കുന്നേ. ദേവപ്രിയ എന്ന യക്ഷി വിഷ്ണുദേവനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിഷ്ണുദേവൻ കേട്ടതേയില്ല. അവൾ കട്ടിൽ നിന്ന് എണീറ്റു. മേശപ്പുറത്ത് കൂജയും ഓട്ടുഗ്ലാസും ഉണ്ടായിരുന്നു. ദേവപ്രിയ ഗ്ലാസ്സിൽ തണുത്ത വെള്ളം പകർന്ന് വിഷ്ണുദേവന്റെ നേർക്ക് നീട്ടി. ഇത് കുടിക്കുന്നേ, അവൾ നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ അയാൾ അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. വിഷ്ണുദേവന്റെ കിടപ്പുമുറി അല്പം വലുതായിരുന്നു. തടിച്ചുവരുകളിൽ കഥകളിയിലെ പല വേഷങ്ങളും അയാൾ തനിയെ വരച്ചത് പതിച്ചിരുന്നു. ദേവപ്രിയ അതെല്ലാം നോക്കി. കഥകളി എന്നാൽ ജീവനാണ് അല്ലേ? അവൾ കണ്ണുകളിൽ പ്രകാശം പരത്തി ചോദിച്ചു. അതെ, അയാൾ വിക്കി വിക്കി പറഞ്ഞു. ഇനി ഞാനൊന്നു പറയാം. ഞാനൊരിക്കലും ഉപദ്രവിക്കാനല്ല വന്നത്. പിന്നെ വിഷ്ണുവിന് അറിഞ്ഞുകൂടാത്ത ഒരു കഥ ഞാൻ പറയാം. അവൾ തൻ്റെ മേൽമുണ്ടഴിച്ച് ഒന്ന് മുറുക്കിയുടുത്തു. വിഷ്ണുദേവൻ കണ്ണു പൊത്തിക്കളഞ്ഞു. അവിടെ ഇരിക്കൂ, ആ നാൽക്കാലിന്മേൽ, അവൾ പറഞ്ഞു. അയാൾ അനുസരിച്ചു. ഇനി കേട്ടോളൂ. ഈ ഇല്ലത്തിൽ പണ്ടൊരു കാരണവർ ഒരു യക്ഷിയെ സ്നേഹിച്ചു. അവളെ പരിഗ്രഹിച്ചു. എന്നുവെച്ചാൽ വളരെ നാൾ സഹശയനം നടത്തി എന്നർത്ഥം. വിഷ്ണുദേവൻ കേട്ടിരുന്നു. എന്തൊരഴകാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെണ്ണിന്. കടഞ്ഞെടുത്ത ഒരു വെണ്ണക്കൽ പ്രതിമ പോലെ. കാൽമുട്ടിന് താഴെ നഗ്നമായ കണങ്കാലുകൾ കാണാം, അതുപോലെ കൈത്തണ്ടകളും. എന്നിട്ട് അവൾ ഈ കുടുംബത്തിന് പലതും നൽകി, സർവ്വ ഐശ്വര്യങ്ങളും. അന്നിവിടെ പ്രതാപം കുത്തിപ്പടർന്നു നിന്നിരുന്നു. പക്ഷേ ആ കാരണവർ മരിച്ചു. ആ ചിതയിൽ യക്ഷിയും സ്വയം ഹോമിച്ചു. അതിനുശേഷം ഈ ഇല്ലത്തിൻ്റെ ക്ഷയം തുടർന്നു. വിഷ്ണുദേവന്റെ കണ്ണുകളിലും നെറ്റിയിലും ചുളിവുകളുണ്ടായി. അങ്ങനെയൊരു കഥ അയാൾ ആരിൽ നിന്നോ കേട്ടിട്ടുള്ളതുപോലെ തോന്നി. ആലോചിച്ചു നോക്കി. മുത്തശ്ശിയിൽ നിന്നാണ്. അച്ഛൻ്റെ അമ്മ. വളരെ പ്രായം ചെന്നാണ് മുത്തശ്ശി മരിച്ചത്. വിഷ്ണുവും ആ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? അവൾ ചോദിച്ചു. അയാൾ മൂളി. ഇപ്പോൾ മനസ്സിലായോ? ഞാൻ വന്നത് വിഷ്ണുവിനെ ഉപദ്രവിക്കാനല്ലെന്ന്. വിഷ്ണുവിൻ്റെ കിടക്ക പങ്കിടാനാണ്. വരൂ, സമയം വളരെയായി. ഇനി അധികം നാഴികയില്ല എനിക്ക് മടങ്ങാൻ. അവൾ എണീറ്റു. ഇതാ ഞാൻ. അവൾ അയാളുടെ മുന്നിൽ ഒരു ശില്പം പോലെ നിന്നു. അവളുടെ മേൽമുണ്ട് വഴുതിയഴിഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങി. വിഷ്ണുദേവൻ കണ്ടു ക്ഷേത്രച്ചുവരിൽ കൽവിളക്ക് എന്തി നിൽക്കുന്ന നഗ്നിയായ ഒരു സാലഭഞ്ചികയെ. അവളുടെ മാറിടം പണ്ട് എവിടെ വെച്ചോ കണ്ട ഒരു ഗുഹാശില്പത്തിൻ്റെ മാറിടം പോലെയായിരുന്നു. അവളുടെ പൊക്കിൽ ചുഴി കാമന്റെ പൂമ്പു ചെന്നുകൊണ്ട് താണതുപോലെയിരുന്നു. അവൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ ചുമലിൽ അവൾ കൈകൾ വെച്ചു. പട്ടുനൂലുകൾ പതിച്ചതുപോലെ മാർദ്ദവമായിരുന്നു ആ വിരലുകൾ. വിഷ്ണുവിൻ്റെ സിരാപടലങ്ങളിൽ കൂടി ഒരു ഊഷ്മളപ്രവാഹം കടന്നുപോയി. അയാളുടെ കരളിൻ്റെ ഒരു കോണിൽ നെയ്യാമ്പൽ പൂവിൻ്റെ ഇതളുകൾ സ്പർശിച്ചു വഴുതി. അയാളുടെ രോമരാജികൾ ഉണർന്നു.
ഒരു യന്ത്രം പോലെ വിഷ്ണു അവളുടെ കൂടെ ചലിച്ച് കട്ടിലിലെത്തി. വിഷ്ണുവിൻ്റെ ശിരസിൻ്റെ പിൻഭാഗം തലയണയിലമർന്നു. ദേവപ്രിയയുടെ വിരൽത്തുമ്പുകൾ വിഷ്ണുദേവന്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു. അയാളുടെ ജീവകോശങ്ങൾ ത്രസിച്ചു. അവളുടെ അധരങ്ങൾ അടുക്കുന്നു. അയാളുടെ ചുണ്ടുകളിൽ തേൻ പുരട്ടിയ 2 പൂവിതളുകൾ സ്പർശിച്ചു. ഒരു ദീർഘചുംബനത്തിൽ അയാളുടെ രക്തധമനികൾ ഉറങ്ങിയുണർന്നു. അവളുടെ തലമുടിക്ക് കൈതപ്പൂവിൻ്റെ വാസനയായിരുന്നു. ആ പരിമളം അയാളുടെ ശരീരത്തിൽ ഇഴഞ്ഞു. ദേവപ്രിയ ഒരു മുല്ലവള്ളി പോലെ അയാളിൽ പടർന്നു. അതിൻ്റെ പൊടിവേരുകൾ അയാളുടെ അസ്ഥികളെ തുളച്ച് മജ്ജയിലെത്തി. ഇന്നുവരെ ഉണ്ടാവാത്ത ഒരു പുതിയ വികാരം വിഷ്ണുവിൻ്റെ മനസ്സിലും തലച്ചോറിലും നുഴഞ്ഞുകയറി. അയാൾ ഒരു പുതിയ ലോകത്തായിരുന്നു. അപ്സരസുകൾ നൃത്തം ചെയ്യുന്ന ഇന്ദ്രസദസ്സിൻ്റെ താളം അയാളുടെ കാതുകളിൽ അലയടിച്ചു. വെൺമേഘങ്ങൾ അയാളെ ഉരുമിക്കടന്നുപോയി. ദേവപ്രിയയുടെ ശ്വാസമെടുപ്പിൻ്റെ വേഗത അയാളുടെ മാറിൽ പതിഞ്ഞു. ഒരു ദീർഘസ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൾ കട്ടിലിൻ്റെ മൂലയിൽ ഇരിക്കുന്നതാണ് വിഷ്ണു കണ്ടത്. അവളെ നോക്കാൻ അയാൾക്ക് ലജ്ജ തോന്നി. പുറത്തുപോയി വിഷ്ണുദേവൻ തിരികെ വന്നപ്പോൾ വന്നതുപോലെ അവൾ ഇരിക്കുന്നു. പിന്നെ ഞാൻ വന്നത് ആരോടും പറയണ്ട. ഇത് കയ്യിൽ വച്ചോളൂ. ഒരു പാക്കാണ്. കൊടുത്താൽ വല്ലതും കിട്ടും. ഇനിയും ഞാൻ വരാം. അവൾ എണീറ്റ് വാതിൽക്കലെത്തി. വിഷ്ണുദേവൻ അവളെ അനുഗമിച്ചു. പടിപ്പുര കടന്ന് ആ രൂപം ഇരുളിൽ ലയിച്ച് ഞൊടിയിടകൊണ്ട് അപ്രത്യക്ഷമായി. അവൾ ദൃഷ്ടിയിൽ നിന്നും പെട്ടെന്ന് മറഞ്ഞപ്പോൾ അയാൾക്ക് ആശ്ചര്യം തോന്നി. പിന്നെ ഒരു നഷ്ടബോധവും. തിരികെ വന്ന് കട്ടിലിലിരുന്നു. കിടക്കയിലേക്ക് നോക്കിയപ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതുപോലെ തോന്നി. ഇന്നുവരെ ഉണ്ടാവാത്ത ഒരു ഏകാന്തത അയാളെ വേട്ടയാടി. കട്ടിലിൽ സാധാരണ കിടക്കാറുള്ളതുപോലെ തനിച്ചു കിടന്നപ്പോൾ വിഷ്ണുദേവന് ഉറക്കം വന്നില്ല. പെട്ടെന്ന് ചുരുങ്ങിയ വലതു കൈക്കുള്ളിലുണ്ടായിരുന്ന പാക്ക് ഒന്നുകൂടി അയാൾ എണ്ണവിളക്കിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ നോക്കി. ഒരു സ്വർണ്ണപ്പാക്ക്. ദേവപ്രിയ നൽകിയ സ്വർണ്ണപ്പാക്ക്. എന്ത്? ഇതെങ്ങനെ? സ്വർണം കൊണ്ടുള്ള പാക്കോ? അങ്ങനെയുള്ള പാക്കിൻ കുലയെക്കുറിച്ച് അയാൾ കേട്ടിട്ടുണ്ട്. ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിൽ പണ്ട് നാടുവാഴി കാഴ്ച നൽകിയ 7.5 പൊന്നാനയും സ്വർണ്ണപ്പാക്കിൻ കുലയും സ്വർണ്ണ വാഴക്കൂമ്പിലയും അയാളുടെ ഓർമ്മയിൽ കടന്നുവന്നു. ഇന്നും അവ അവിടെയുണ്ടെന്നാണ് അറിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ സ്വർണത്തിലുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. അവളിൽ നിന്നും തനിക്ക് ലഭിച്ച ഓർമ്മയുടെ ചിഹ്നമായ ആ സ്വർണ്ണപ്പാക്കും കയ്യിൽ വെച്ച് അയാൾ ഉറങ്ങി. പുലർച്ചക്കോഴി കൂവിയപ്പോൾ പതിവ് പോലെ വിഷ്ണുദേവൻ ഉണർന്നു. ഉണരുമ്പോഴും പാക്ക് കയ്യിൽ തന്നെയുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് കാപ്പി കുടിക്കാനെത്തിയപ്പോൾ അമ്മയും വാലിക്കാരി പാറുക്കുട്ടിയമ്മയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങൾ അയാൾ കേട്ടു. എന്തേ ചെയ്യാൻ പാറുക്കുട്ടി? വന്ന് ഒരു നേരത്തെ വറ്റിനു വരെ വിഷമയച്ചാൽ ഇല്ലത്ത് 1 മണി നെല്ലില്ലാന്നർത്ഥം. അവനിപ്പോൾ വന്നാൽ എന്താ കൊടുക്കുക? അമ്മയുടെ വാക്കുകൾ. കത്തി നിന്ന ഇല്ല മല്ലിയോ ഇത്? ഇപ്പോൾ ആരോട് പറയാൻ? ആത്തേരെ വിഷമമില്ലാന്ന് വെച്ചാൽ എൻ്റെ നായര് ഇന്നലെ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്തുകൊണ്ട് വരാം. പാറുക്കുട്ടിയമ്മ പറയുന്നത് വിഷ്ണുദേവൻ കേട്ടു. 25 വയസ്സ് കഴിഞ്ഞ വിഷ്ണുദേവൻ ആരോഗ്യവാനാണ്. സാമാന്യം നല്ല ഉയരവും അതിനൊത്ത ശരീരപുഷ്ടിയുമുണ്ട്. പുരുഷത്വമുള്ള മുഖമാണ്. പഠിപ്പ് വിദ്വാൻ കൊണ്ട് നിർത്തി. കാരണം കഥകളി കമ്പം തന്നെ. ഇല്ലത്തെ വിഷമസ്ഥിതി അയാൾക്കും അറിയാമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം? ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം തനിക്ക് മുൻപുള്ള കാരണവന്മാർ ശരീരസുഖത്തിനു വേണ്ടി പലർക്കും എഴുതിക്കൊടുത്തു ചെറുതാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഓടൽ പടർന്നു കയറിയ ഒരു സർപ്പക്കാവും കാടുപിടിച്ച 1.5 ഏക്കർ പുരയിടവും അതിനകത്ത് തകർന്നു പോകാറായ 4 കെട്ടും ശേഷിച്ചു. പറഞ്ഞു വന്നാൽ യാതൊരു വരുമാനവുമില്ല. എങ്കിലും പണ്ട് ഒരു കാരണവർ പാട്ടത്തിനു കൊടുത്ത വയലിൽ നിന്നും ക്രിസ്ത്യാനിയായ ഒരാൾ വീഴ്ച വരുത്താതെ നൽകിയിരുന്ന തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു ഇല്ലത്തിനുണ്ടായിരുന്നത്. അതും കഷ്ടിച്ച് കുറച്ചു മാസങ്ങളിലേക്ക് മാത്രമേ തികയുമായിരുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴും സഹായിക്കുന്നത് പാരമ്പര്യമായി തറവാട്ടിലെ കാര്യസ്ഥം വഹിച്ചിരുന്ന ശങ്കുണ്ണി നായരുടെ കുടുംബമായിരുന്നു. ശങ്കുണ്ണി നായരുടെ ഭാര്യയായിരുന്നു പാറുക്കുട്ടിയമ്മ. വിഷ്ണുദേവൻ അവരുടെ സംസാരം കേൾക്കാൻ നിന്നില്ല. കേൾക്കുന്നത് തന്നെ അയാൾക്ക് ഈർഷ്യ പോലെ തോന്നി. അതോടൊപ്പം അയാളുടെ മനസ്സിൽ ദേവപ്രിയ നൽകിയ സ്വർണ്ണപ്പാക്കും തെളിഞ്ഞു വന്നു. അമ്മേ, ദാ ഞാൻ വരുന്നു. അയാൾ കിടക്കമുറിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ തിരിച്ചു വിളിച്ചില്ല. എന്തിനു വിളിക്കണം? വിഷ്ണുദേവന് രാവിലെ നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മകന് ആഹാരം കൊടുക്കാൻ സാധിക്കാത്ത ദുഃഖത്തോടെ അവർ ഇരുന്നു. വിഷ്ണുദേവൻ കിടക്കമുറിയിൽ ചെന്ന് തലയിണയ്ക്കടിയിൽ വെച്ചിരുന്ന സ്വർണ്ണപ്പാക്ക് മടിയിൽ തിരികെ പുറത്തേക്ക് പോയി. ഇല്ലത്തു നിന്നും കഷ്ടിച്ച് 3/4 നാഴിക അകലെയാണ് കൃഷ്ണവാര്യരുടെ വീട്. സാമ്പത്തിക സ്ഥിതി മോശമല്ലാത്ത ആളാണ്.
ആ നാട്ടിലുള്ളവർ പണത്തിന് ആശ്രയിക്കുന്നത് വാര്യരെയാണ്. ലോകത്തുള്ള ഏതു വസ്തുക്കളും പണയമായി വാര്യർ എടുക്കും. ഒരു ചെറിയ ബാങ്കാണ് വാര്യർ. വിഷ്ണുദേവൻ വാര്യത്ത് ചെന്നപ്പോൾ കൃഷ്ണവാര്യർ രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞ് ശരിക്കൊന്നു മുറുക്കി കോലായിലിരിക്കുകയായിരുന്നു. പടിപ്പുര കടന്നു വരുന്ന വിഷ്ണുദേവനെ കണ്ടപ്പോൾ വാര്യരുടെ കണ്ണുകൾ ചുളിഞ്ഞു. എന്തോ വായ്പയ്ക്കായിരിക്കും വിഷ്ണു വരുന്നതെന്ന് അയാൾ കരുതി. ഒരു കാലത്ത് വിഷ്ണുദേവന്റെ തറവാടായ ഗുരുക്ഷേത്ര മനകൊണ്ട് കഴിഞ്ഞുകൂടിയവരായിരുന്നു കൃഷ്ണവാര്യരുടെ മുൻഗാമികൾ. ഇന്ന് അയാളുടെ വകയായ വീടും പറമ്പും അന്നത്തെ ഒരു തിരുമേനി ദാനം ചെയ്തതായിരുന്നു. എന്താ തിരുമേനി ഇത്ര രാവിലെ? വാര്യർ ചോദിച്ചു. ഞാൻ വന്നത് ശകലം പണത്തിനാണ്, വിഷ്ണു പറഞ്ഞു. പണമോ? ഇപ്പോൾ തന്നെ പല പ്രാവശ്യമായിട്ട് 105 ഉറുപ്പികയോളം കടം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പലിശയ്ക്ക് പലിശയും കടന്ന് 200 കഴിഞ്ഞിരിക്കുന്നു. അയാൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. വ്രതാ വേണ്ട, ദാ ഇത് വെച്ചോളൂ, ഇതിനുള്ളത് തന്നാം മതി, തരാനുള്ളതും കിഴിച്ചോളൂ. വിഷ്ണുദേവൻ മടിയിൽ നിന്നും സ്വർണ്ണപ്പാക്ക് എടുത്ത് മുറുക്കാൻ ചെല്ലത്തിൻ്റെ മുകളിൽ വെച്ചു. എന്താണിത്? ഇതെവിടുന്ന് കിട്ടി? വാര്യർ അത് തിരിച്ചും മറിച്ചും നോക്കി. അയാളുടെ മുഖത്ത് സംശയം നിഴലിച്ചു. ഇപ്പോൾ മോഷണം തുടങ്ങിയോ? അയാൾ പുച്ഛസ്വരത്തിൽ ചോദിച്ചു. വിഷ്ണുദേവൻ പതറിപ്പോയി. അല്ല, കുഴപ്പമില്ല, മോഷണ വസ്തുവിന് വില കുറയും. അയാൾ പാക്ക് ചെല്ലത്തിൽ വെച്ചു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അയാൾ പിന്നോട്ട് ആഞ്ഞുപോയി. ചെല്ലത്തിൽ ഒരു കൈ. ആ കൈവെള്ളയിലാണ് പാക്കിരിക്കുന്നത്. കൃഷ്ണവാര്യരുടെ കണ്ണുകൾ ആ കൈത്തലത്തിലൂടെ മുകളിലേക്ക് നീങ്ങി. അയാൾ ഭയന്നു വിറച്ചുപോയി. അധ്യായം 3. കൃഷ്ണവാര്യർ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭയാനകമായ രൂപത്തെ ഒന്നേ നോക്കിയുള്ളൂ. ഭീകരരൂപിണിയായ സാക്ഷാൽ ദേവപ്രിയയുടെ യക്ഷിരൂപമായിരുന്നു അയാൾ കണ്ടത്. എന്തേ വാര്യരെ, വല്ലാതെ നിൽക്കണേ, ഇത് ഞാൻ പറഞ്ഞതല്ലാന്നുണ്ടോ? വിഷ്ണുദേവൻ ചോദിച്ചു. കൃഷ്ണവാര്യരുടെ ദൃഷ്ടിയിൽ കണ്ടതൊന്നും വിഷ്ണുദേവൻ അറിഞ്ഞതേയില്ല. യക്ഷിയുടെ കൈത്തലവും അവളുടെ പേടിപ്പെടുത്തുന്ന ശരീരവും വാര്യർ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോൾ എന്താണാവോ വേണ്ടത്? കൃഷ്ണവാര്യർ വിഷ്ണുവിനോട് തിരക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് കിഴിച്ച് ബാക്കി ഇങ്ങോട്ട് തന്നാൽ മതിയേ. ഇപ്പോൾ ഇവിടെ ആകെയുള്ളത് ഒക്കെ കൂടി എണ്ണിയാൽ ചില്ലറകൾ ഉൾപ്പെടെ ഒരു 10,000-നടുത്ത് കണ്ടേക്കും. തൽക്കാലം അതിരിക്കട്ടെ. എന്താ? വാര്യർ ചോദിച്ചു. വിഷ്ണുദേവൻ അന്തം വിട്ട് നിന്നുപോയി. 100 രൂപ പോലും ഒന്നിച്ച് അയാൾ കണ്ടിട്ടില്ല. ഇപ്പോൾ 10,000 കയ്യിൽ വരാൻ പോകുന്നു. അയാൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണവാര്യർ വിഷ്ണുദേവന് സ്വർണത്തിൻ്റെ കൃത്യമായ വില കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ യക്ഷി അവിടെ നിന്നും മറഞ്ഞു. തൻ്റെ മുന്നിൽ നിന്നും ഭയാനകമായ ആ രൂപം അപ്രത്യക്ഷമായപ്പോൾ അയാൾ ശരിക്കെന്ന് ശ്വാസം വലിച്ചു. തിരുമേനി അങ്ങോട്ടിരുന്നാലും, ഞാൻ ദാ വന്നു കഴിഞ്ഞു. അയാൾ പാക്കുമായി അകത്തേക്ക് പോയി. വാരസ്യരെ രഹസ്യമായി കിടക്കമുറിയിലേക്ക് വിളിച്ച് സ്വർണ്ണപ്പാക്ക് കാണിച്ചു. ഇത് തനി തങ്കം തന്നെയാ, തനി തങ്കം. എന്തു വന്നാലും കൊടുക്കേണ്ട, വാരസ്യർ പറഞ്ഞു. അതിനിപ്പോൾ തുക തികയില്ലല്ലോ. എത്രയാ സമ്മതിച്ചത്? 10,000 ഉറുപ്പിക എങ്കിലും കൊടുക്കണം. അതിനിപ്പോൾ ആ നമ്പൂരിച്ചക്കന് വല്ലോ അറിയോ? കൊടുക്കുന്നത് വാങ്ങും, അത്ര തന്നെ. കൃഷ്ണവാര്യർ മനസ്സിൽ യക്ഷിയെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല കാര്യമായി, എനിക്ക് ഇശി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? മുമ്പങ്ങനല്ലായിരുന്നല്ലോ. തനിക്കുണ്ടായ ദർശനം ഭാര്യയോട് പറയാൻ വാര്യർ മടിച്ചു. പറഞ്ഞാൽ അവൾ ഭയന്നു വിറയ്ക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ആ കുട്ടിയെ ചതിക്കാൻ തോന്നുന്നില്ല. എന്തിന് ബ്രഹ്മശാപം വരുത്തിക്കൂട്ടണേ? എങ്കിൽ വേണ്ട, എൻ്റെ കയ്യിൽ എല്ലാം കൂടെ 10,000 ഉറുപ്പിക വന്നേക്കും. അത് ഞാൻ തരാം. എങ്കിലതിങ്ങെടുക്ക. വാരസ്യാർ കാലങ്ങളായി സ്വരുക്കൂട്ടി വച്ചിരുന്ന 1,100 ഉറുപ്പികയും ചില്ലറയും കൂടി വാര്യരെ ഏൽപ്പിച്ചു. എല്ലാം കൂടി ചേർത്ത് 11,500 ഉറുപ്പിക വിഷ്ണുദേവന്റെ മുന്നിൽ കൃഷ്ണവാര്യർ കൊണ്ടുവച്ചു. വിഷ്ണുദേവൻ പരിഭ്രമിച്ചു പോയി. തൻ്റെ മുന്നിലിരിക്കുന്ന പല വിലയുള്ള നോട്ടുകൾ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഉഴറി. തിരുമേനി, അതെടുത്തുകൊള്ളൂ. ഇനി പണം വരുന്ന മുറയ്ക്ക് ഞാൻ ഇല്ലത്ത് എത്തിച്ചുകൊള്ളാം. വിഷ്ണുദേവൻ ഒരു യന്ത്രം കണക്കെ എഴുന്നേറ്റു. നോട്ടുകെട്ടുകൾ 2 മുണ്ടിൽ പൊതിഞ്ഞ് അതുമായി ഇല്ലത്തേക്ക് നടന്നു. പോകുന്ന വഴിക്ക് അയാൾ പലചരക്ക് കടയിൽ കയറി വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ പക്കൽ ഇല്ലത്തെ ഏൽപ്പിക്കാനായി പറഞ്ഞ് കൊടുത്തുവിട്ടു. ഇല്ലത്തെത്തിയപ്പോൾ അകത്തുനിന്നും പട്ടിണിയുടെ ഗന്ധം പുറത്തേക്ക് വന്നു. എന്താ ഉണ്ണി ഇതൊക്കെ? അമ്മ ചോദിച്ചു. അതൊക്കെ പിന്നീടാവാം പറയൽ. വിഷ്ണു അമ്മയെ സമാധാനിപ്പിച്ചു. വളരെ വർഷങ്ങൾ കൂടി ഇല്ലത്തെ ഉരൽപ്പുരയിൽ വീട്ടുപകരണങ്ങൾ കൂട്ടിമുട്ടുന്നതായ ശബ്ദമുയർന്നു. രാത്രി ആഹാരം കഴിഞ്ഞ് അമ്മ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. അമ്മ ഉറങ്ങിയോ അമ്മേ? വിഷ്ണു ചോദിച്ചു. ഇശിനാൾ കൂടി ഇന്ന് കിടന്നപ്പോൾ തന്നെ കണ്ണടഞ്ഞുപോയി. അമ്മയുടെ അരികെ ചെന്ന് വിഷ്ണു പറഞ്ഞു, ദാ
ഈ പണം അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ. തൻ്റെ മുന്നിൽ അഴിച്ചുവെച്ച നോട്ടുകെട്ടുകൾ കണ്ട് അമ്മ അത്ഭുതപ്പെട്ടുപോയി. എവിടുന്നാ ഉണ്ണി ഇത്രയും ഉറുപ്പിക? അമ്മ ചോദിച്ചു. ഇത് ഒന്നും ഇപ്പം അറിയണ്ട, ചില കാര്യങ്ങളൊക്കെ പതുക്കെ അറിഞ്ഞാൽ മതി. അമ്മ എണീറ്റ് രൂപയും കൊണ്ട് അറപ്പുരയുടെ അടുക്കലെത്തി വാതിൽ തുറന്ന് അതേപടി പെട്ടിയിൽ വെച്ച് പൂട്ടി. അതിനടുത്ത ദിവസം സരസ്വതി അന്തർജനവും വിഷ്ണുദേവനും കൂടി ഇല്ലത്തിൻ്റെ ശോച്യാവസ്ഥയെപ്പറ്റി സംസാരിച്ചു. ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കിയാൽ എന്താ ഉണ്ണിയെ? ഒക്കെ അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കൊള്ളൂ. അമ്മ അന്ന് തന്നെ പാർക്കുട്ടി അമ്മയെ വിട്ട് കാര്യസ്ഥനായ ചങ്കുണ്ണി നായരെ ഇല്ലത്തേക്ക് വിളിച്ചു വരുത്തി. പഴകിപ്പോയ ഇല്ലം നന്നാക്കുന്നതിനെപ്പറ്റി അവർ തമ്മിൽ സംസാരിച്ചു. ഇല്ലത്തിൻ്റെ കേടുപോക്കുന്നതിനുള്ള എല്ലാ ചുമതലയും ശങ്കുണ്ണി നായരെ ഏൽപ്പിച്ചു. ഒരാഴ്ച കൊണ്ട് ഗുരുക്ഷേത്രം മന പുതുതായി തീർന്നു. തടിച്ചുപുരകളിൽ വാർണിഷ് അടിക്കുകയും പിത്തളക്കുമളകൾ തങ്കവർണ്ണമാക്കുകയും ചെയ്തു. ഇല്ലത്തിന് പൊടുന്നനെയുണ്ടായ പുരോഗതിയെക്കുറിച്ച് ശങ്കുണ്ണി നായർ പലരോടും പറഞ്ഞു. അങ്ങനെ നാടും നാട്ടാരും ഗുരുക്ഷേത്രം മനയ്ക്കുണ്ടായ ഭാഗ്യാതിരേഖത്തെക്കുറിച്ചറിഞ്ഞു. പലരും പലതും പറഞ്ഞു. കിട്ടാനുള്ളവർക്ക് കിട്ടി, അത്ര തന്നെ. ചിലരുടെ അഭിപ്രായം അതായിരുന്നു. എന്നുവച്ചാൽ നിധി വല്ലതും കിട്ടിക്കാണും. പഴയ ഇല്ലമല്ലേ, ആവും. ആ കൊച്ചു തിരുമേനി ഭാഗ്യമുള്ളവനാ. ചിലർ പറഞ്ഞത് അങ്ങനെയാണ്. കേട്ടോ ഉണ്ണിയെ, പണമൊക്കെ തീർന്നിരിക്കുന്നു. ചുറ്റും മതിലും കൂടി തീർന്നിരുന്നെങ്കിൽ. സരസ്വതി അന്തർജനത്തിൻ്റെ ആഗ്രഹം അതിരുകടന്നു. വിഷ്ണുദേവൻ അതിന് മറുപടി പറഞ്ഞില്ല. അന്ന് പൗർണമിയായിരുന്നു. ഒരു തങ്കത്തളിക പോലെ നിലാവ് ഗ്രാമത്തിൻ്റെ കിഴക്കുള്ള കുന്നിൻ മുകളിൽ പൊന്തി വന്നു. അതിൻ്റെ പ്രകാശം ആ പ്രദേശമാകെ പരന്നൊഴുകി. കുന്നിൻ ചരിവുകളിൽ മഞ്ഞപ്പൂമ്പൊടി വാരി വിതറിയതുപോലെ നിലാവ് ഒരുമ്മി. ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ കറുത്ത ചിത്രങ്ങൾ പോലെ നിലകൊണ്ടു. ചെറിയ കാറ്റ് പടിഞ്ഞാറ് നിന്ന് അടിച്ചുകൊണ്ടിരുന്നു. ഇല്ലത്തിലെ പടിപ്പുരയ്ക്ക് മുന്നിൽ അല്പം മാറി പന്തലിച്ചു നിന്നിരുന്ന ആലിൻ്റെ ഇലകൾ മർമരം പൊഴിച്ചു. ആ ശബ്ദം മാത്രമേ നിശബ്ദതയ്ക്ക് മാറ്റം വരുത്തിയുള്ളൂ. അമ്മ ഉറങ്ങിക്കഴിഞ്ഞു. ചുറ്റുപാടുകൾ അല്പം ഭേദമായി. കാര്യസ്ഥൻ ശങ്കുണ്ണി നായരുടെ ഭാര്യ പാറുക്കുട്ടിയമ്മ അവിടെയാണ് കിടപ്പ്. അവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വിഷ്ണുദേവൻ അമ്മ പറഞ്ഞ കാര്യമോർത്ത് ആകാശത്തേക്ക് നോക്കി കോലായിൽ വൃതായിരുന്നു. പാതിരാത്രി കഴിഞ്ഞു കാണും. പടിപ്പുരയ്ക്കടുത്ത് ഒരു വെള്ളായി പുകഞ്ഞു. അത് അടുത്തേക്ക് വരികയാണ്. എന്തേ, എന്നെ ഓർത്തിരിക്കുകയാണ്? ഓ, അടുത്തു വന്നപ്പോൾ ആളെ മനസ്സിലായി. അവൾ തന്നെ, ദേവപ്രിയ. ഇതുവരെ എന്തേ എന്നെ ഓർക്കാത്തത്? അവൾ ചോദിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു. എനിക്കിനി ഓർക്കാതിരിക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞു. അവൾ അയാളുടെ പാദത്തിനരികിൽ താഴെയിരുന്നു. എന്നിട്ട് അയാളുടെ തുടകളിൽ കൈമുട്ടുകൾ ഊന്നിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി. ഞാൻ എന്നും ഓർക്കും, പക്ഷെ വരാൻ കഴിഞ്ഞില്ല. ഞാൻ ദ്വാരപാലികയല്ലേ? അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇന്ന് എന്തേ പോരാൻ തോന്നിയത്? വിഷ്ണു അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇന്ന് പൗർണമിയല്ലേ? എന്നുവച്ചാൽ പ്രകൃതി പോലും ആഹ്ലാദിക്കുകയല്ലേ? അപ്പോൾ ദേവി അറിഞ്ഞില്ലെന്നുണ്ടോ? അറിഞ്ഞു. ഇങ്ങോട്ട് പോരാൻ ദേവി സമ്മതിക്കുകയും ചെയ്തു. തണുത്ത കാറ്റ് വീശി. താമരപ്പൂവിൻ്റെ സുഗന്ധം അവളിൽ നിന്നും അയാളിലേക്ക് ഒഴുകി. അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഒരു പൂവ് വിടർന്നിരിക്കുന്നത് പോലെ അവളുടെ മുഖം അയാളുടെ കൈകൾക്കുള്ളിൽ ഇരുന്നു. സത്യം പറയണല്ലോ, നിന്നെ ഞാൻ ശരിക്കും കാണുന്നത് ഇപ്പോഴാ. എന്തഴക്! വിഷ്ണുദേവൻ പറഞ്ഞു. നിങ്ങളും ഒരു ഗന്ധർവനെ പോലെയാണ്. അവൾ എന്നിട്ട് അയാളുടെ അടുത്തായിരുന്നു. അയാളുടെ തോളിൽ കൈയിട്ട് അവൾ തൻ്റെ മുഖം അയാളുടെ മുഖത്തോടടുപ്പിച്ചു. അവരുടെ അധരങ്ങൾ ഒന്നു ചേർന്നു. ഒരു ദീർഘചുംബനത്തിൽ ഭൂമിയും ആകാശവും മറന്ന് അവർ അലിഞ്ഞു ചേർന്നു. വരൂ, നമുക്ക് അകത്തു പോകാം, വിഷ്ണു പറഞ്ഞു. അവൾ എണീറ്റു. നടന്നപ്പോൾ അവളുടെ കാൽത്തളകളും കൈത്തണ്ടയിലെ വളകളും കിലുങ്ങി. ആ ശബ്ദം തടിച്ചുപുരുകളിൽ പ്രതിധ്വനിച്ചു. വിഷ്ണുവിൻ്റെ കിടപ്പുമുറിയിൽ കിടന്നയുടനെ അവൾ കട്ടിലിൽ കയറിക്കിടന്നു. എന്തേ, നടന്ന് ക്ഷീണിച്ചോ? അയാൾ ചോദിച്ചു. ഇങ്ങ് എത്തണ്ടേ? അവൾ ചിരിച്ചു, വളകിലുക്കം പോലെ. എന്തേ ചിരിക്കുന്നത്? വിഷ്ണു അവളുടെ തുടുത്ത കവിളിൽ ചൂണ്ടുവിരൽ ഓടിച്ചുകൊണ്ട് ആരാഞ്ഞു. ഓ, ഒന്നുമില്ല. അവൾ അയാളുടെ നെറ്റിയിൽ വീണു കിടന്നിരുന്ന തലമുടി ഒതുക്കി വെച്ചു. ഞാൻ എന്തിനാണെന്നോ ഇവിടെ ഓടിയെത്തിയത്? അവൾ ചോദിച്ചു. എനിക്കറിയാം. അയാൾ അവളെ ഇറുകെ പുണർന്നു. വിഷ്ണുവിൻ്റെ ശരീരത്തിൽ അവളുടെ വിയർപ്പിൻ്റെ പരിമളം പകർന്നു. എനിക്ക് തോന്നുന്നു ഏതോ ജന്മത്തിൽ നാം ഒന്നിച്ചു കഴിഞ്ഞവർ ആയിരുന്നെന്ന് അവൾ പറഞ്ഞു. അതെങ്ങനെ കഴിയും? വിഷ്ണു ചോദിച്ചു. ദേവന്മാരും യക്ഷികളും മനുഷ്യരായി പിറക്കാറുണ്ട്. ജന്മങ്ങൾ മാറി മാറി വരാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനു മുൻപ് നീ ആരെയും ആഗ്രഹിച്ചിട്ടില്ലേ? അയാൾ തിരക്കി. ഇല്ല, ഒരിക്കലുമില്ല.
എത്രയോ കാലമായി ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ദേവിയെ തൊഴാൻ അവിടെ വന്നിരിക്കുന്നു. അവരെയൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം, നാളുകൊണ്ട് നമ്മൾ യോജിക്കും. പൊരുത്തത്തിൽ 18 നമുക്കുണ്ട്. ഇങ്ങനെയുള്ള പൊരുത്തം ഈ ഭൂമുഖത്ത് വേറെ ആർക്കും കാണില്ല. അതായിരിക്കും ഈ സംതൃപ്തി, അല്ലേ? അതെ അതെ, തീർച്ചയായും. പിന്നെ ഞാൻ തന്ന പാക്ക് എവിടെ? അവൾ ചോദിച്ചു. ഞാനത് വാര്യർക്ക് വിറ്റു. എത്ര പണം കിട്ടി? 11,000 ചില്ലറയും. അതുകൊണ്ട് തികഞ്ഞു കാണില്ല, അല്ലേ? ഇല്ലം ആകെയൊന്ന് മോടി പിടിപ്പിച്ചു. നന്നായിരിക്കുന്നു. ഇത് പോരാ, ഇനിയും നന്നാവണം. ഇത്തവണ ഞാൻ മറ്റൊരു കൂട്ടം തരാം. ദേവപ്രിയ തൻ്റെ വലതുകാലിലെ കാൽത്തള അഴിച്ചെടുത്ത് വിഷ്ണുദേവൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ അത് വാങ്ങി. ഇത് തനി തങ്കമാണ്. ഇത് വിലമതിക്കാനൊക്കില്ല, അവൾ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് തന്നാൽ ഈ കാലുകളുടെ ഭംഗി ചോർന്നു പോവില്ലേ? ഇതില്ലെങ്കിൽ ഭംഗിയില്ലേ? വിഷ്ണു അവളുടെ കാൽത്തണ്ടയിൽ കൈത്തലം ഓടിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാണ്. പുലർച്ചെ കോഴി കൂകി. ദേവപ്രിയ ഞെട്ടിയെണീറ്റു. ഞാൻ പോകുന്നു. അവൾ പുറത്തേക്കിറങ്ങി അതിവേഗം പടിപ്പുര കടന്നു മറഞ്ഞു. ഗുരുക്ഷേത്ര മനയുടെ കെട്ടും മട്ടും മാറിയതിൽ ആ ഗ്രാമത്തിലെ നാട്ടുകാർക്ക് അത്ഭുതം തോന്നി. ആർക്കും കാര്യം മനസ്സിലായില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ ശാന്തിക്കാരൻ വാസുദേവൻ തിരുമേനി യാദൃച്ഛികമായി പാതിര നേരത്ത് ക്ഷേത്രത്തിൽ വരാനിടയായി. പടിക്കലെത്തിയപ്പോൾ അയാൾ നടയിലേക്ക് നോക്കി അന്തം വിട്ടുനിന്നു. അധ്യായം 4. വാസുദേവൻ നമ്പൂതിരി കൺപോളകൾ ചിമ്മിത്തുറന്ന് വീണ്ടും നോക്കി. വിചിത്രമായിരിക്കണല്ലോ, തിരുമേനി സ്വയം മന്ത്രിച്ചു. സംശയം തീരാഞ്ഞ് അയാൾ തടവി നോക്കി. ഇല്ല, തീരെ കാണുവാനില്ല, അയാൾ പറഞ്ഞു. ഭഗവതിക്ക് കാവൽ നിൽക്കുന്ന യക്ഷിപ്രതിമകളിൽ വലതുവശത്തെ യക്ഷിയുടെ വലതുകാലിലെ കാൽത്തള കാണുന്നില്ല. ഇനി അങ്ങനെയായിരുന്നുവോ എന്നറിയുവാൻ ഇടതുവശം നിൽക്കുന്ന യക്ഷിയുടെ കാലുകളിലേക്ക് നോക്കി. രണ്ടിലും കാൽത്തളകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിമയിൽ കൊത്താതിരുന്നതാണോ? അയാൾ ശങ്കിച്ചു. പക്ഷേ ആ സംശയം ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു കാഴ്ച വാസുദേവൻ നമ്പൂതിരി കണ്ടു. അവിടെ ഒരു കാൽത്തള കിടന്നിരുന്ന അടയാളം വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്നും ഇറുക്കമുള്ള ഒരു ആഭരണം അഴിച്ചെടുത്താൽ എന്നതുപോലെയായിരുന്നു ആ പാട് കാണപ്പെട്ടത്. എന്താ ഇത്? അയാൾ തിരികെ പോന്നെങ്കിലും അത് 2 പേരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത മട്ടായിരുന്നു. 1-2 ദിവസം കഴിഞ്ഞ് വിഷ്ണുദേവൻ ദേവപ്രിയ കൊടുത്ത തങ്കക്കാൽത്തളയുമായി കൃഷ്ണവാര്യരുടെ അടുത്തെത്തി. അന്നത്തെ ദിവസം വാര്യർക്ക് ഭാഗ്യം കുറിച്ചതായിരുന്നു. കുറെ കിട്ടാക്കുറ്റികൾ പിരിഞ്ഞു കിട്ടി. വാര്യരോട് പലപ്പോഴായി 25,000 രൂപ കടം വാങ്ങിയിരുന്ന ഒരു ക്രിസ്ത്യാനി തൻ്റെ വസ്തു വിറ്റു. അയാൾ മലബാറിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അത് വിറ്റത്. ഉദ്ദേശിച്ചതിൽ കവിഞ്ഞ തുകയാണ് കിട്ടിയത്. പണം കയ്യിൽ വന്നപ്പോൾ അയാൾ കൃഷ്ണവാര്യരിൽ നിന്നും വാങ്ങിയ പണം പലിശ സഹിതം തീർത്തുകൊടുത്തു. വിഷ്ണുദേവനെ കണ്ടപ്പോൾ വാര്യർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇപ്പോൾ വാര്യർക്ക് വിഷ്ണുവിനോട് ഭയവും ബഹുമാനവുമായിരുന്നു. വരൂ വരൂ, തമ്പുരാനിരിക്കൂ. ഇല്ലമൊക്കെ മൂടി പിടിപ്പിച്ചെന്ന് കേട്ടല്ലോ. അയാൾ വിഷ്ണുവിനെ സ്വീകരിച്ചു. ശരിയാണ്, ചില അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തു. വിഷ്ണു മടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഇന്നെന്താണാവോ വന്നത്? വാര്യർ ഭവിതയോടെ തിരക്കി. ഒക്കെ നല്ല കാര്യത്തിനാ. ഇത് നോക്കൂ. വിഷ്ണു മടിയിൽ നിന്നും കടലാസ് പൊതിയെടുത്ത് വാര്യരുടെ കയ്യിൽ കൊടുത്തു. വാര്യർ പൊതിയഴിച്ചു. അയാളുടെ കണ്ണ് അത്ഭുതം കൊണ്ട് തുറച്ചു വന്നു. കൃഷ്ണവാര്യർ വീണ്ടും വീണ്ടും ആ കാൽത്തളയിൽ നോക്കി. അയാളുടെ മുഖത്ത് സംശയം പൊടിഞ്ഞു വന്നു. തിരുമേനി, ഇതെവിടുന്ന് കിട്ടി? വാര്യർ ചോദിച്ചു. എന്തേ, അതറിയിക്കണമെന്നുണ്ടോ? വിഷ്ണുദേവൻ അങ്ങോട്ട് കടന്നു ചോദിച്ചു. അതല്ല, ഇത് കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ വാര്യർക്ക് ആ കാൽത്തളയെക്കുറിച്ച് മനസ്സിലായി. കാവിലെ ശാന്തിക്കാരൻ വാസുദേവൻ നമ്പൂതിരി യക്ഷിപ്രതിമയുടെ കാലിൽ കാണാതായ കാൽത്തളയെപ്പറ്റി കൃഷ്ണവാര്യരോട് സംസാരിച്ചിരുന്നു. വളരെ അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് അയാളും അവതരിപ്പിച്ചത്. തനിക്ക് ലഭിച്ച സ്വർണ്ണപ്പാക്കിനെക്കുറിച്ച് വാര്യർ അപ്പോൾ സംസാരിച്ചതേയില്ല. വിഷ്ണുദേവൻ യക്ഷിയുടെ ആഭരണം കൊണ്ടുവന്നത് കണ്ടപ്പോൾ വാര്യരുടെ അത്ഭുതത്തിനും സംശയത്തിനും അതിരില്ലായിരുന്നു. കേട്ടോ തിരുമേനി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതിനിപ്പോ എന്താ വേണ്ടത്? അയാൾ ചോദിച്ചു. ഞാനിപ്പോ എന്താ പറയുക? ഇതേക്കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയൂ. കൃഷ്ണവാര്യർ ആലോചിച്ചു. ഈ കാൽത്തള യക്ഷിയുടേതാണെന്ന് തീർച്ചയാണ്. ഇത് കയ്യിലിരുന്നാൽ സൂക്ഷിക്കാമെന്നല്ലാതെ മറ്റു പ്രയോജനങ്ങൾ ഒന്നും തന്നെയില്ല. കൃഷ്ണവാര്യർ സാധാരണ ചെയ്യാറുള്ളത് തൻ്റെ കൈവശം തീറു വന്നു ചേരുന്ന ആഭരണങ്ങൾ പട്ടണത്തിലുള്ള വലിയ സ്വർണ്ണക്കടക്കാരന് വിൽക്കുകയാണ്. വീട്ടിൽ ഒരു തട്ടാനെ ഇരുത്തി തനിക്ക് ലഭിച്ച സ്വർണ്ണപ്പാക്ക് ഒരുക്കി
ആഭരണങ്ങൾ പണിയാൻ അയാൾ തീരുമാനിച്ചിരുന്നു. പട്ടണത്തിലെ സ്വർണ്ണ വ്യാപാരിക്ക് പാക്ക് നൽകിയാൽ അത് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അങ്ങനെയിരിക്കവെയാണ് കാൽത്തളയും കൊണ്ട് നമ്പൂതിരി വന്നിരിക്കുന്നത്. കാൽത്തള കണ്ടാൽ പഴക്കമേറെ ചെന്നതാണെന്ന് ആരും പറയും. ഇനിയിപ്പോൾ വാസുദേവൻ നമ്പൂതിരി അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങാടിപ്പാട്ടായിത്തീരും. അതേസമയം വിചിത്രമായ കാൽത്തള കൈവിട്ടു പോകാൻ അയാളുടെ മനസ്സ് സമ്മതിച്ചതുമില്ല. തിരുമേനി അല്പം ഇരിക്കൂ, ഞാൻ വാരസ്യാരെ ഇതൊന്ന് കാണിച്ചോട്ടെ, അയാൾ പറഞ്ഞു. ആയിക്കൊള്ളൂ. കൃഷ്ണവാര്യർ അകത്തു ചെന്ന് വാരസ്യാരെ വിളിച്ചു. അവർ അകത്തളത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ഇതാ, ഇത് നോക്കൂ, എങ്ങനിരിക്കുന്നു? അയാൾ കാൽത്തള ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഒന്നും വിചാരിക്കേണ്ട, ഇതിൻ്റെ ശരിയായ വില കൊടുത്തേക്കൂ. അവർ അത് തിരികെ വാര്യരുടെ കയ്യിൽ കൊടുത്തു. എങ്കിൽ താക്കോൽ ഇങ്ങ് തന്നേക്കൂ, വാര്യർ ആവശ്യപ്പെട്ടു. താക്കോൽ വാരസ്യാരോട് വാങ്ങിക്കൊള്ളൂ. എന്തേ? വാര്യർ ചോദിച്ചു. അതോടൊപ്പം അയാൾ ഒന്ന് ഞെട്ടുകയും ചെയ്തു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു ദേവാംഗന. അന്നൊരിക്കൽ കണ്ട ഭീകരരൂപമായിരുന്നില്ല അത്. തൻ്റെ ജീവിതത്തിൽ സങ്കല്പങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒന്നായിരുന്നു അത്. പെട്ടെന്ന് ആ രൂപം മറയുകയും ചെയ്തു. വാര്യർ ഭാര്യയെ വീണ്ടും വിളിച്ചു. എന്തേ ഇങ്ങനെ തൊള്ള തുറക്കണേ? അവർ അടുത്തേക്ക് വന്നു പറഞ്ഞു. അല്പം മുൻപ് ഞാൻ വിളിച്ചിരുന്നല്ലോ, എവിടായിരുന്നു? ഞാൻ തൊടിയിലായിരുന്നു. ഇതാ, ഇത് നോക്കൂ, ഈ കാൽത്തള. വാരസ്യാർ അത് നോക്കി അത്ഭുതം കൂറി. അയ്യോ, ഇതെവിടുന്നാ? ആ തിരുമേനി കൊണ്ടുവന്നതാ. കേമമായിരിക്കുന്നു. പഴയ സ്വർണമാ, പത്തരം മാറ്റ. ഇതൊക്കെ വാങ്ങിവെച്ചാൽ മറ്റാരെങ്കിലും കണ്ടാൽ സംശയിക്കില്ലേ? നിങ്ങൾക്ക് പെൺകുട്ടികൾ 4 ഉള്ളത്. ഇതുരുക്കി പണിതാൽ ആഭരണങ്ങളാകൂലേ? സാധാരണ വരുന്ന പണ്ടങ്ങൾ പോലല്ലിത്. ശരി. കൃഷ്ണവാര്യർ താക്കോൽ വാങ്ങി പണപ്പെട്ട് തുറന്നു. അതിനുള്ളിൽ തന്നെയാണ് സ്വർണം തൂക്കുന്ന ത്രാസും. തൂക്കി നോക്കിയപ്പോൾ 15 പവനും 7.5 പണമിടയുമുണ്ട്. 1000 രൂപ വെച്ച് വാര്യർ കണക്കുകൂട്ടി. 15,000 ചില്വാനം രൂപ അയാൾ വിഷ്ണുദേവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് കയ്യിൽ വന്നപ്പോൾ വിഷ്ണു ഒരു പ്രതിമയെപ്പോലെ ആയി. ഞാൻ ഇറങ്ങുന്നു. വിഷ്ണു എഴുന്നേറ്റു. അപ്പോൾ തിരുമേനി, മറ്റൊന്നും തോന്നരുത്. പണത്തിന് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നുകൊള്ളൂ, വാര്യർ പറഞ്ഞു. തനിക്ക് ലഭിച്ച ഭാഗ്യവുമായി വിഷ്ണുദേവൻ ഇല്ലത്തേക്ക് നടന്നു. ഇല്ലത്ത് വന്ന് പണം ഏൽപ്പിക്കാനായി അമ്മയെ വിളിച്ചു. എന്താ ഈ പൊതിക്കെട്ട്? അമ്മ ചോദിച്ചു. തുറന്നു നോക്കൂ. പൊതി തുറന്നപ്പോൾ അമ്മയുടെ അത്ഭുതത്തിനതിരില്ലായിരുന്നു. പുത്തൻ മണമുള്ള നോട്ടുകൾ. ഇതെവിടുന്നാണ് ഉണ്ണി? എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ. അവർ ആകെ വിഷമാവസ്ഥയിലായിരുന്നു. ഇല്ലത്തിനുണ്ടായിരിക്കുന്ന ഇപ്പോഴുള്ള മാറ്റം പലരെയും സംശയാലുക്കളാക്കിയിരുന്നെന്ന് അവർ അറിഞ്ഞിരുന്നു. എവിടുന്നാണ് പണം കിട്ടിയതെന്ന് വിഷ്ണു പറയുന്നുമില്ല. വല്ല കുഴപ്പത്തിലും ഉണ്ണി ചെന്ന് പെട്ടതാണോ ആവോ? അടുത്ത നാളിലൊക്കെ കള്ളനോട്ടുകളെപ്പറ്റി അവർ കേട്ടിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഗൂഢസംഘത്തിൽ വിഷ്ണു ചെന്ന് പെട്ടതായിരിക്കുമോ? ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത്, ഒക്കെ പിന്നീട് പറയാം. ഈ പണം എവിടുന്നാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി, എൻ്റെ ഒരു സമാധാനത്തിന്. അത് ഞാൻ പറയാം. എവിടുന്നാ? ഞാൻ വാര്യരോട് വാങ്ങിയതാ. വാര്യർ ഇത്രമാത്രം പണം എന്തിനാ തന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്, കൂടുതൽ ചോദിക്കണ്ടെന്ന്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ വാര്യർ. നിന്റെ അച്ഛനെ ഒരുപാട് കളിപ്പിച്ചതാ അയാൾ. എനിക്ക് എത്രമാത്രം ആഭരണങ്ങൾ ഉണ്ടായിരുന്നെന്നോ? അത് മുഴുവൻ അയാളുടെ വാര്യത്ത് കാണും. അയാൾ കൊടുക്കുന്നത് അച്ഛൻ വാങ്ങിക്കൊണ്ടുപോരും. അന്ന് തരാത്തതിൻ്റെ ബാക്കി തന്നതാണെന്ന് കൂട്ടിക്കൊള്ളൂ. എന്തോ എനിക്കറിഞ്ഞുകൂടാ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടിക്കൊള്ളൂ. എന്തെങ്കിലും പണികൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, വിഷ്ണു പറഞ്ഞു. സരസ്വതി അന്തർജനം കാര്യസ്ഥനെ വിളിപ്പിച്ചു. പണികൾ വീണ്ടും ആരംഭിച്ചു. ഇപ്പോൾ ഇല്ലത്തിൻ്റെ മട്ട് ആകെ ഒന്ന് മാറി. പഴയ പ്രതാപങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്ന് ആളുകൾക്ക് തോന്നിത്തുടങ്ങി. വിഷ്ണുദേവനെക്കുറിച്ച് മതിപ്പ് വർദ്ധിച്ചു വന്നു. വീണ്ടും പൗർണമി വന്നു. രാവിലെ പതിവ് പോലെ കലണ്ടറിൽ നോക്കിയപ്പോൾ തന്നെ കള്ളിയിലെ വൃത്തം കണ്ടിരുന്നു. അപ്പോൾ തലേമാസത്തെ കാര്യം ഓർക്കുകയും ചെയ്തു. പതിവ് പോലെ പാതിരാക്കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവൾ വന്നു. എന്നെ കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും ഇല്ലേ? അവൾ കോലായിൽ അയാളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഓർക്കാൻ ഇപ്പോൾ നീ മാത്രമേയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയെപ്പോലാ. എനിക്കും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊരു വേളി കഴിക്കുമോ? അതിനെനിക്കെങ്ങനെ കഴിയും? പിന്നൊരു കാര്യം, വേളി കഴിച്ചാലുണ്ടല്ലോ എൻ്റെ ഭാവം മാറും. എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയണേ? വിഷ്ണു അവളുടെ നഗ്നമായ തോളിൽ തടവിക്കൊണ്ട് പറഞ്ഞു. പിന്നൊരു കാര്യം, ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ തിരുമേനിയില്ലേ, അയാളിന്ന് ജോത്സ്യനെ കാണാൻ പോയിട്ടുണ്ട്. എന്തിന്? അത്ഭുതത്തോടെ വിഷ്ണുദേവൻ ചോദിച്ചു.
കാൽത്തള കാണാതായത് എങ്ങനെയെന്ന് പ്രശ്നം വയ്പ്പിക്കാൻ. നേരോ? അധ്യായം 5. അതെ അതെ, അയാൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ദേവപ്രിയ കുലുങ്ങിച്ചിരിച്ചു. അവളുടെ ചിരി വളകിലുക്കം പോലെ ആയിരുന്നു. ആ കിടപ്പുമുറിയിലെ തടിച്ചുവരുകൾ അവളുടെ ചിരി ആവാഹിച്ചെടുത്തു കളഞ്ഞു. അങ്ങനെയാച്ചാൽ എന്നെ കള്ളനാക്കില്ലേ? വിഷ്ണു പരിഭ്രമത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ സത്യത്തിൽ അയാൾക്ക് വല്ലാത്ത പതർച്ച തോന്നി. താൻ ഒരു ബ്രാഹ്മണനാണ്, അതും നാട്ടിലെ പേരുകേട്ട കുടുംബത്തിലെ അംഗം. ഒരു കാലത്ത് ആ ഗ്രാമത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് കുരുക്ഷേത്രം മനയിലെ തിരുമേനിമാരായിരുന്നു. അവരുടെ വാക്കിന് എതിർവാക്കില്ലായിരുന്നു. നാടുവാഴി പോലും അവരുടെ മുന്നിൽ ഇരിക്കില്ലായിരുന്നു. അത്രമാത്രം തലയെടുപ്പ് ആ തറവാട്ടിലെ കാരണവന്മാർക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥാനമാനങ്ങളൊക്കെ പോയെങ്കിലും ഇന്നും അഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രശ്നത്തിൻ്റെ കാര്യമറിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയം അസ്വസ്ഥമായി. എന്തേ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ? ഇതാ ഇങ്ങോട്ട് നോക്കൂ. അവൾ അയാളുടെ താടിക്ക് പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു. അയാൾ അവളെ നോക്കി. എന്തേ വല്ലാതിരിക്കണത്? പേടിയാണോ? അത് പറഞ്ഞ ശേഷം അവൾ വീണ്ടും ചിരിച്ചു. എന്തേ ചിരിക്കുന്നത്? വിഷ്ണു ചോദിച്ചു. ഞാൻ ചിരിച്ചതോ? കൊള്ളാം, ശാന്തിക്കാരൻ പ്രശ്നം വയ്ക്കാൻ പോണത് ഓർത്തു ചിരിച്ചതാ. പിന്നെയേ, ഞാൻ തന്നത് എൻ്റെ ആഭരണങ്ങളാ. അവൾ ഗൗരവം പൂണ്ടു. അങ്ങനെയല്ലെന്ന് ചിന്തിക്കുവാൻ അവർക്ക് ന്യായങ്ങളുണ്ട്. എന്തോന്ന് ന്യായം? കേൾക്കട്ടെ. അവൾ വിഷ്ണുവിൻ്റെ തോളിൽ താടിയമർത്തി കവിൾ അയാളുടെ കഴുത്തിൽ ചേർത്തിരുന്നു. ക്ഷേത്രത്തിൽ കാണുന്നതെല്ലാം അവരുടെ വകയാ. അവരാണ് ക്ഷേത്രം പണിതത്. അപ്പോൾ ശിലയിലെ ആഭരണങ്ങളും അവർക്കുള്ളതല്ലേ? വിഷ്ണുദേവൻ പറഞ്ഞ ഉടനെ അവളുടെ ഭാവം മാറി. ദാ നോക്കൂ, ഞങ്ങളും ദേവിയും സ്വയം പോവുകയാണ്. ഞങ്ങളെ ആരും സൃഷ്ടിച്ചതല്ല. അല്ല, യക്ഷികളെയും ദേവിയെയും മനുഷ്യൻ സൃഷ്ടിക്കുക. എന്താ കഥ? അവർ അങ്ങനെയല്ലല്ലോ അവകാശപ്പെടുന്നത്. കാണാം, പ്രശ്നം വയ്ക്കട്ടെ. ഞാനൊന്നു പറയാം. എന്നെ വിശ്വാസമാണോ? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ വിഷ്ണുദേവൻ അവളുടെ കണ്ണുകളിൽ നിഷ്കളങ്ക ഭാവം കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണുകളായിരുന്നു അവളുടെ കണ്ണുകൾ. എനിക്ക് വിശ്വാസമാണ്, അയാൾ പറഞ്ഞു. എങ്കിൽ അതും മതി. ഇനി നമുക്ക് മറ്റു വല്ലതും പറയാം. അവളുടെ കരങ്ങൾ അയാളുടെ തോളിൽ തഴുകി. പട്ടിൻ്റെ നേർമയുള്ള അവളുടെ വിരലുകൾ അയാളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു. ദേവപ്രിയയുടെ മേനി അയാളിൽ മന്നന്തരങ്ങളുടെ സംഗീതമായി ഒഴുകി. അങ്ങനെ അവൾക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോകുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അവൾ അയാൾക്ക് ധൈര്യം നൽകിയ ശേഷം പോയി. അടുത്തനാൾ രാവിലെ വിഷ്ണുദേവൻ ഓമല്ലൂർക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് പോയി. വാസുദേവൻ നമ്പൂതിരി എന്തെങ്കിലും പറയുമോ എന്നറിയാനാണ് അയാൾ അവിടെ പോയത്. വിഷ്ണു സാധാരണ പോകാറുള്ള ക്ഷേത്രമല്ല അത്. ഇതാര്? കുരുക്ഷേത്ര മനയിലെ വിഷ്ണുവോ? വാസുദേവൻ നമ്പൂതിരി അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. അയാൾ ആദ്യമായിട്ടാണ് വിഷ്ണുദേവനെ ആ ക്ഷേത്രത്തിൽ കാണുന്നത്. ഒന്നുമില്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഉത്സവത്തിന്. ഓ, കഴിഞ്ഞ ഉത്സവത്തിന് ആയിരിക്കും അല്ലേ? അതെ, അതിനു മുൻപും കഥകളി ഉള്ളപ്പോൾ വരും. കഥകളി ഇഷ്ടമാണ്. വിഷ്ണുദേവൻ ഇടയ്ക്ക് യക്ഷിപ്രതിമയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ വലതുകാലിൽ കാൽത്തള കിടന്നിരുന്ന ഭാഗത്ത് വിഷ്ണുവിൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അവിടെ അത് കിടന്നിരുന്നതിൻ്റെ അടയാളം കാണുന്നുണ്ട്. വിഷ്ണുദേവൻ്റെ കണ്ണുകളിൽ അത്ഭുതം പിടർന്നു. ഇവിടെ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയാ. എന്താണെന്ന് നിശ്ചയില്ല. സുഹൃദക്ഷയാണോന്ന് സംശയിക്കണു. വാസുദേവൻ നമ്പൂതിരി പ്രതിമയിലേക്കും വിഷ്ണുവിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അല്ല, അതിനു മാത്രം ഇവിടെ എന്തുണ്ടായി? വിഷ്ണു ചോദിച്ചു. അല്ല, ഇത് കണ്ടില്ലേ? എന്താ നിസ്സാരമാണോ? കാൽത്തള്ളിയല്ലേ പോയിരിക്കുന്നത്? ഇനിയുമില്ലേ ആഭരണങ്ങൾ? യക്ഷിക്കും മാത്രമോ? അകത്തും ശിലകളില്ലേ? ദേവിക്കും ആഭരണങ്ങളില്ലേ? കല്ലാണെന്ന് തോന്നുമായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനല്ല, എല്ലാം സങ്കല്പങ്ങളാ. എന്ന് വെച്ചാൽ കറതീർന്ന തങ്കവും അതുപോലെ രത്നക്കല്ലുകളും. അങ്ങനെയാച്ചാൽ ഇതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിക്കൊടുക്കാതെ ആർക്കെങ്കിലും എടുക്കാനൊക്കുമോ? അത് തന്നെയാ അത്ഭുതം. ഈ യക്ഷിയെ മോഹബദ്ധനാക്കാൻ പോന്ന ഗന്ധർവൻ ആരാണോ? ഏതായാലും മനുഷ്യനല്ലെന്ന് തീർച്ച. എങ്കിൽ പിന്നെ എന്തിനാ ഇത്ര വിഷമിക്കണത്? വിഷ്ണുദേവൻ ചോദിച്ചു. ഒരു കണക്കിനത് ശരിയാ. പക്ഷേ ഇങ്ങനെയാച്ചാ പിന്നെ ഈ ദ്വാരപാലികമാരും കാണില്ലല്ലോ. എന്താണെങ്കിലും അതിശയായിരിക്കണ. അവർ സംസാരിച്ചിരിക്കെ ക്ഷേത്രത്തിൻ്റെ ഉടമയായ ദാനദേവൻ നമ്പൂതിരി അവിടെ എത്തി. 70 മേലെത്തിയ ചേന്നാങ്കേരി മനയിലെ ഇപ്പോഴത്തെ കാരണവർ വല്ലപ്പോഴുമേ ക്ഷേത്രത്തിൽ വരികയുള്ളൂ. കാരണം പ്രായാധിക്യമാണ്. തന്നെയുമല്ല, ഇപ്പോൾ ക്ഷേത്രത്തിന് വരുമാനം കുറവുമാണ്. ക്ഷേത്രത്തിൽ വിസ്മയകരമായ എന്തോ നടക്കുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞാണ് തിരുമേനി അവിടെ എത്തിയത്. കൂടെ മകളുടെ മകനുമുണ്ട്. നടന്ന ക്ഷീണം തീർക്കാൻ അദ്ദേഹം ആൽത്തറയിലിരുന്നു.
ശാന്തിക്കാരൻ വാസുദേവൻ നമ്പൂതിരി അടുത്തു ചെന്ന് വണങ്ങിയ ശേഷം മുറുക്കാൻ പൊതി അടുത്തു വെച്ചു കൊടുത്തു. ലേശം പുകയില മതിയിടോ, തിരുമേനി പറഞ്ഞു. വാസുദേവൻ നമ്പൂതിരി പൊതിയഴിച്ച് അല്പം പുകയില തിരുമേനിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. തിരുമേനി വലതു കൈയിലെ പുകയില ഇടതു കൈവെള്ളയിൽ വെച്ച് വലതു കൈയിലെ വിരലുകൾ ചേർത്ത് ഞെരടി ഒതുക്കി ഇടത് കവിളിനുള്ളിൽ കിടത്തിവെച്ചു. ഞാനും അസാരം കേട്ടു. എന്താ ഉണ്ടായത്, പറയൂ. തിരുമേനി വാസുദേവൻ നമ്പൂതിരിയെ നോക്കി. അപ്പോഴാണ് അദ്ദേഹം വിഷ്ണുദേവനെ കണ്ടത്. ഇതാര്, അപരിചിതനാണല്ലോ, അദ്ദേഹം പറഞ്ഞു. ഗുരുക്ഷേത്രം മനക്കിലെയാ, വിഷ്ണു പറഞ്ഞു. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നല്ലേ, അദ്ദേഹം ചോദിച്ചു. അതെ. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? അങ്ങനെയൊക്കെ കഴിയുന്നു. ഇരിക്കൂ, ഇവിടെ ചില വിശേഷങ്ങൾ ഒന്നറിയാന്ന് നിരീച്ച് ഇറങ്ങിയതാ. വിഷ്ണുദേവൻ തിരുമേനിയുടെ അടുത്തായി ആൽത്തറയിലിരുന്നു. വാസുദേവൻ നമ്പൂതിരി നടന്ന കാര്യം പൊടുപ്പും തൊങ്ങലും വെച്ച് തിരുമേനിയെ പറഞ്ഞു കേൾപ്പിച്ചു. തിരുമേനി അതെല്ലാം അത്ഭുതം സ്ഫുരിക്കുന്ന ഭാവത്തോടെ കേട്ടിരുന്നു. അപ്പോ അങ്ങനെയാ കാര്യം അല്ലേ? തിരുമേനി ആലോചനയിലാണ്ടു. കേട്ടോ കുട്ടി, തിരുമേനി വിഷ്ണുവിൻ്റെ നേരെ തിരിഞ്ഞു. എന്തേ, വിഷ്ണു ചോദിച്ചു. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നണുണ്ടോ? തിരുമേനി തിരക്കി. വിഷ്ണുദേവൻ അതിന് മറുപടി കൊടുത്തില്ല. ഇങ്ങനെ പോയാൽ എല്ലാം തീരും. അതുകൊണ്ട് ഞാൻ പ്രശ്നം വയ്പ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോ അറിയാമല്ലോ കളി. അതിനും വിഷ്ണു നിശബ്ദത പൂണ്ടിരുന്നു. അങ്ങനെ കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എൻ്റെ വകയാ. പിന്നെ കാലാകാലങ്ങളിൽ ഞാൻ ഇവിടെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. പിന്നെ എന്നർത്ഥം തോന്നിക്കുന്ന രീതിയിൽ വിഷ്ണുദേവൻ ചോദിച്ചു. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളും നോക്കണം. കാരണം എന്തെന്നറിയോ? ഓരോ ക്ഷേത്രവും കാവും നന്നാവുന്നത് എന്തുകൊണ്ടാണെന്നോ? അതിശയം കാണിക്കണം. വെറുതെ ഇരുന്നാൽ പോരാ. തിരുമേനിയുടെ സംസാരം കടന്നു പോകുന്നുവെന്ന് വിഷ്ണുദേവന് തോന്നി. അതുകൊണ്ട് അയാൾ മറുപടി പറയാതെ കേട്ടിരിക്കുക മാത്രം ചെയ്തു. ക്ഷേത്രത്തിൽ വരുമാനമുണ്ടെങ്കിൽ ക്ഷേത്രവും നന്നാവും, അതിൻ്റെ ഉടമയും നന്നാവും. ഇപ്പോഴ് കാണുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതായിട്ടാണ്. ഞാനിന്ന് തീരുമാനിച്ചിരിക്കുക. എങ്ങോട്ടാണോ? വാസുദേവൻ നമ്പൂതിരി ചോദിച്ചു. ഇന്ന് വൈകുന്നേരം താനും പോന്നുള്ളൂ. നമുക്ക് വിശ്വമംഗലം വരെയൊന്ന് പോവാം. അവിടെ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ പച്ച പൊളിച്ചറിയാം. വിശ്വമംഗലത്തെ നമ്പൂതിരിമാരെക്കുറിച്ച് വിഷ്ണുദേവനും കേട്ടിട്ടുണ്ട്. വലിയ പ്രതാപശാലികളാണ്. മന്ത്രതന്ത്രങ്ങളിൽ പ്രമുഖരാണ്. അതുപോലെ ജ്യോത്സ്യത്തിലും. പണ്ട്, വളരെ പണ്ട്, അവിടെ ഒരു മാന്ത്രികനുണ്ടായിരുന്നു. മഹാശക്തിമാനായിരുന്നു. രുദ്രമന്ത്രങ്ങളായിരുന്നു മുഖ്യം. പല കഥകളും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണനായിരുന്നെങ്കിലും കുളിക്കില്ല, മുണ്ടു നനയ്ക്കില്ല. അടുത്തുകൂടി കടന്നുപോയാൽ ദുർഗന്ധമാണ്. സ്ത്രീകളെ കണ്ടാൽ വിടില്ല. ഒരിക്കൽ ആ ദേശത്തിലെ കോവിലകത്തെ കൊച്ചുതമ്പുരാട്ടി കുളി കഴിഞ്ഞ് ഈർനായി വരികയായിരുന്നു. മാന്ത്രികൻ തമ്പുരാട്ടിയെ കണ്ടു. ചന്ദനത്തടി കൊണ്ട് കടഞ്ഞെടുത്തതുപോലുള്ള തമ്പുരാട്ടിക്ക് ചന്ദനത്തിൻ്റെ മണമായിരുന്നു. തമ്പുരാട്ടി കടന്നുപോകുന്ന ഇടവഴിയിൽ നമ്പൂതിരി മറഞ്ഞിരുന്നു. അതിലെ കടന്നുപോയ തമ്പുരാട്ടി അറിയാതെ പറഞ്ഞു. എന്തേ ഈ ദുർഗന്ധം? ശവം നാറുന്നതുപോലെ. കോവിലകത്ത് ചെന്ന് നാമം ജപിച്ച് ആഹാരം കഴിച്ച് കിടപ്പുമുറിയിലെത്തിയ തമ്പുരാട്ടി അവിടെ കണ്ടതെന്താണെന്നോ? അവരുടെ കിടപ്പുമുറിയിൽ ഒരു മൃതശരീരം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അത് കിടന്നാടുന്നു. ഭയന്ന് നിലവിളിച്ച് പുറത്തേക്ക് ഓടിയപ്പോൾ വാതിലിൽ ഒരു തടസ്സം. വാതിലിൽ മറ്റൊരു ശവം ഞാന്നു കിടക്കുന്നു. ഒരു കുട്ടിയുടെ നഗ്നമായ ശരീരം. വീണ്ടും മുറിയിലേക്ക് തിരിഞ്ഞപ്പോൾ കട്ടിലിൽ മറ്റൊരു ശവം. ആ മുറി മുഴുവനും ദുർഗന്ധം നിറയുന്നു. തമ്പുരാട്ടി സർവ്വശക്തിയും ഉപയോഗിച്ച് അലറി വിളിച്ചു. അവരുടെ ശബ്ദം കേട്ട് കോവിലകത്തുള്ളവർ ഓടിയെത്തി. എന്താണ്, എന്താ കുട്ടി? വന്നവർ ചോദിച്ചു. ശവം ഇതാ ഇവിടെ, അവർ വിളിച്ചു പറഞ്ഞു. എവിടെ? അവർക്കൊന്നും മനസ്സിലായില്ല. അതാ വാതിലിൽ, ഇതാ കട്ടിലിൽ, അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. തമ്പുരാട്ടിക്കെന്തോ സമനില വിട്ടുവെന്ന് മനസ്സിലാക്കിയ കാരണവർ ഉടൻ തന്നെ ജ്യോത്സ്യരെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു. ജ്യോത്സ്യർ കവടി നിരത്തി പറഞ്ഞു. ഇത് ബ്രാഹ്മണ കോപമാണ്. ആരാണീ ബ്രാഹ്മണൻ? എല്ലാവരും പരസ്പരം നോക്കി. അവസാനം തമ്പുരാട്ടി പുറത്തു പോയപ്പോൾ കൂടെ പോയവരെ തിരക്കി കണ്ടുപിടിച്ചു. അതിൽ ഒരുവൾ വഴിയിൽ വെച്ച് തമ്പുരാട്ടി ശവം നാറുന്നുവെന്ന് പറഞ്ഞതായി അറിയിച്ചു. അപ്പോഴേക്കും കാര്യം മനസ്സിലായി. ജ്യോത്സ്യർ തന്നെയാണ് സംഗതി വെളിച്ചത്തു കൊണ്ടുവന്നത്. അതിന് പോംവഴി അദ്ദേഹത്തെ കാണുക മാത്രമാണ്. തമ്പുരാട്ടിയെ പറഞ്ഞുവിട്ടു. മനക്കിലെത്തിയ തമ്പുരാട്ടി ക്ഷമ പറഞ്ഞു. പക്ഷേ തിരികെ വന്നപ്പോൾ തമ്പുരാട്ടിയുടെ കന്യകാത്വം നഷ്ടപ്പെട്ടിരുന്നു. ഭയം മാറുകയും ചെയ്തു. അതായിരുന്നു വിശ്വമംഗലത്ത് സൂര്യനാരായണൻ ഭട്ടതിരിപ്പാട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അദ്ദേഹം സമാധി അടഞ്ഞത് സ്വന്തം തറവാട്ടിലെ നിലവറയ്ക്കുള്ളിൽ ഇരുന്നാണ്. മൃതശരീരം കുന്തുരുക്കം വിട്ട് മൂടി നിലവറ അടച്ചു.
ആ തറവാട്ടിൽ നിന്ന് എല്ലാവരും മാറുകയും ചെയ്തു. അതിനടുത്തായി മറ്റൊരു ഇല്ലം പണിത് പിൻതലമുറക്കാർ അവിടെ കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ വിശ്വമംഗലത്തെ തറവാട്. പക്ഷേ ആ തറവാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തറവാട്ടിൽ സമാധിയടഞ്ഞ സൂര്യനാരായണൻ ഭട്ടതിരിപ്പാട് ഇപ്പോഴും മരിച്ചിട്ടില്ല. എന്നുവച്ചാൽ അദ്ദേഹത്തെ വിളിച്ചാൽ വരും, പരിഹാരം നിർദ്ദേശിക്കും. അതല്ല, ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ സ്വയം ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്താൽ പിന്നെ അപ്പുറത്തു നിൽക്കുന്നവർക്ക് രക്ഷയില്ല, എല്ലാറ്റിനെയും നശിപ്പിക്കുകയും ചെയ്യും. ചേന്നാങ്കേരി മനയ്ക്കൽ ദാനദേവൻ നമ്പൂതിരിപ്പാട് ഓമല്ലൂർക്കാവിലെ പൂജാരിയായ വാസുദേവൻ നമ്പൂതിരിയുമായി വിശ്വമംഗലത്ത് തറവാട്ടിലെത്തി. അപ്പോൾ അവിടുത്തെ കാരണവർ ജയന്തൻ നമ്പൂതിരിയായിരുന്നു. ആൾ കണ്ടാൽ മോശമില്ല. മെലിഞ്ഞ ശരീരമാണെങ്കിലും മുഖം ഭീകരമാണ്. കഴുകന്റെ നോട്ടം പുറപ്പെടുവിക്കുന്ന കണ്ണുകളും നീണ്ടുവളഞ്ഞ മൂക്കും ത്രികോണ ആകൃതിയിലുള്ള മുഖത്ത് വേറിട്ട് നിൽക്കുന്നു. കഴുത്തിൽ രുദ്രാക്ഷം, അതിലൊരു സ്വർണ്ണപ്പതക്കമുണ്ട്. പതക്കത്തിന്റെ ആകൃതി വ്യാളി മുഖമാണ്. പൂണൂൽ മുഷിഞ്ഞതാണ്. നെഞ്ചിലെ ചകിരി പോലുള്ള രോമങ്ങളിൽ അത് ഉടക്കിക്കിടക്കുന്നു. കൈവിരലുകളിൽ സ്വർണ്ണ മോതിരങ്ങളുണ്ട്. മോതിരങ്ങളെന്ന് പറഞ്ഞാൽ നാഗത്താന്മാരുടെ ആകൃതിയിലുള്ളതാണ്. ചെറിയ ചെറിയ സർപ്പങ്ങൾ കൈവിരലുകളിൽ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അവയുടെ കണ്ണുകൾ ചുവന്ന വൈരക്കല്ലുകളാണ്. കൈത്തണ്ടയിൽ വേരുകൾ പോലെ ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്നു. വന്നത് തെക്ക് കിഴക്ക് നിന്നാണ് അല്ലേ? കണ്ടയുടനെ മാന്ത്രികൻ ചോദിച്ചു. അതെ. അത്ഭുത പുരസരം കൈകൂപ്പി ദാനദേവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. ദാനം ചെയ്തിരുന്ന കുടുംബം വേദങ്ങളിൽ പ്രാവീണ്യമുള്ളവർ ഉണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടേ. അപ്പോൾ പിന്നെ പേര് ഞാൻ പറയണ്ടല്ലോ. ജയന്തൻ നമ്പൂതിരി. വേണ്ട, ദാനദേവൻ തന്നെയാണേ. നമ്പൂതിരി തൊഴുതുകൊണ്ട് നിന്നു. കൂടെ വാസുകിയും. അതെ, പേര് വാസുദേവൻ നമ്പൂതിരി. ശാന്തിക്കാരനെ നോക്കി തിരുമേനി പറഞ്ഞു. ഒക്കെ എനിക്കറിയാം, ഇരിക്കൂ. ജയന്തൻ നമ്പൂതിരി കൈ ചൂണ്ടി. രണ്ടുപേരും ഇരുന്നു. ഇനി എന്തു പറയണമെന്ന് രണ്ടാൾക്കും നിശ്ചയമില്ലായിരുന്നു. വന്ന ഉദ്ദേശങ്ങൾ ഇങ്ങോട്ട് തന്നെ പറയുന്ന മട്ടാണ്. കണ്ടപ്പോൾ തന്നെ പേരും ദിക്കും പറഞ്ഞു കഴിഞ്ഞു. വന്ന കാര്യം ഞാൻ തന്നെ പറയണോ? അദ്ദേഹം ചോദിച്ചു. നിർബന്ധമാണേൽ ഞാൻ ഉണർത്തിക്കാം, ദാനദേവൻ പറഞ്ഞു. പറഞ്ഞോളൂ, ഞാൻ മെനക്കെടണ്ടല്ലോ. പരിഹാരം കണ്ടുപിടിക്കാൻ സമയം ലാഭിക്കുകയും ചെയ്യാമല്ലോ. ദാനദേവൻ ആലോചിച്ചു. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം? ഓമല്ലൂർക്കാവ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്പൂതിരി തുടക്കമിട്ടു. വിശ്വമംഗലം ആലോചിക്കുന്ന മട്ടിലിരുന്നു. കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്രയോ കിടക്കുന്നു. ദേവിയാണ് പ്രതിഷ്ഠ അല്ലേ? അതെ. പറഞ്ഞോളൂ. അവിടെ ഒരു കാലം കത്തി നിന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. വേണമെങ്കിൽ എല്ലാം തീർന്നെന്ന് പറയാം. പിന്നെന്താ വന്നത്? ശക്തി വീണ്ടെടുക്കാനാണോ? അതല്ല, അതിശയം പറയാനാണ്. അതിശയമോ? അതെ, പറഞ്ഞു കഴിയുമ്പോൾ തോന്നും. എങ്കിൽ പറഞ്ഞോളൂ. വിശ്വമംഗലം മുറുക്കാൻ ചെല്ലം തുറന്നു. പുകയില ചുരുട്ടി വായിലിട്ടു. അതിനുശേഷം അതിഥിയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. അതിഥിയും ലേശമെടുത്ത് അണയിൽ തിരുകി. പുകയില യഥാസ്ഥാനത്ത് ഉറപ്പിച്ച ശേഷം ദാനവേദൻ നമ്പൂതിരിപ്പാട് നടന്ന സംഭവങ്ങൾ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. പോരാത്തതിന് വാസുദേവൻ നമ്പൂതിരി പൊടിപ്പും തൊങ്ങലും വെച്ചുകൊടുത്തു. ജയന്തൻ നമ്പൂതിരി എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ കൃഷ്ണമണികൾ മേലോട്ട് തെന്നി കയറുകയും അഗാധമായ ചിന്തയിൽ നിമിഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു. എല്ലാം കേട്ട് അവസാനം അദ്ദേഹം രാശിപ്പലക എടുത്തുവെച്ചു. തന്റെ കവടി സഞ്ചിയിൽ നിന്ന് ഒരു പിടിവാരി പലകയിൽ ധ്യാനിച്ച ശേഷം വെച്ചു. അതിൽ നിന്നും പെട്ടതിരിച്ചു. മിച്ചം കയ്യിൽ വെച്ചു. ആലോചനയിലാണ്ടു. മന്ത്രം ചൊല്ലി. അടുത്തിരുന്ന രണ്ടുപേരും കണ്ണുകളടച്ച് ധ്യാനിച്ചു. പെട്ടെന്ന് രാശിപ്പലക മുകളിലേക്ക് ഉയർന്നു. അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി പുറത്തേക്ക് പറന്നുപോയി. ധ്യാനം കഴിഞ്ഞ് ജയന്തൻ നമ്പൂതിരി കൺപോളകൾ അകറ്റിയപ്പോൾ രാശിപ്പലക കാണാനില്ല. ദാനവേദൻ നമ്പൂതിരിയും കണ്ണുകൾ തുറന്നു. അവർക്കും അതിശയമായി. പലക എവിടെ? ജയന്തൻ നമ്പൂതിരി ചോദിച്ചു. ഞങ്ങളും ധ്യാനത്തിലായിരുന്നു, അവർ മറുപടി കൊടുത്തു. ഇതെങ്ങനെ സംഭവിച്ചു? ജയന്തൻ വല്ലാതെയായി. ഇതുവരെ വിശ്വമംഗലത്ത് സംഭവിക്കാത്തത് നടന്നിരിക്കുന്നു. എന്താണിത്? ജയന്തൻ പരദേവതകളെ മനസ്സിൽ വിളിച്ചു വരുത്തി ചോദിച്ചു. അവരും മൗനം പൂണ്ടു. എത്രയോ പ്രേതപിശാചുക്കളെ അവിടെ വരുത്തി കാഞ്ഞിരത്തിൽ തറച്ചിട്ടുള്ളതാണ്. വിശ്വമംഗലത്തെ പഴയ തറവാടിന്റെ തെക്കുവശത്തുള്ള അസ്ഥിത്തറയ്ക്ക് മുന്നിൽ ഒരു കൂറ്റൻ കാഞ്ഞിരമരം നിൽപ്പുണ്ട്. പട്ടാപ്പകൽ പോലും അവിടെ പോകാൻ ആരും മടിക്കും. ആനവണ്ണമാണതിന്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ കാഞ്ഞിരത്തിൽ ഓടലുകൾ വളർന്ന് ഇരുട്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ രക്തം കുടിക്കുന്ന കടവാവലുകളും കൂമനും പകൽ ഉറങ്ങുന്നു.
ആ കാഞ്ഞിരം മുഴുവൻ ഒരു ചാൺ നീളമുള്ള ആണികൾ തറച്ചു കയറ്റിയിരിക്കുകയാണ്. പ്രേതങ്ങളെ ഒഴിവാക്കുവാൻ വരുന്നവര് അവരുടെ ശിരസ്സുകൊണ്ട് അടിച്ചു കയറ്റിയവയാണ് മിക്ക ആണികളും. ആയിരക്കണക്കിന് പ്രേതാത്മാക്കൾ ആ കാഞ്ഞിരത്തടിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരാണി ഊരിയെടുത്താൽ ആ പ്രേതത്തിന് മോചനം കിട്ടും. അതിനുള്ള വിദ്യകൾ അവ കാണിക്കും. ഒരിക്കൽ ഒരു പെൺകുട്ടി വിറക് പെറുക്കി ആ വഴി വന്നു. അല്പം വിശ്രമിക്കാനായി കാഞ്ഞിരത്തിൻ്റെ അല്പം മാറി കൂട്ടുകാരിയോടൊപ്പം ഇരുന്നു. ആ സമയം കാഞ്ഞിരമരത്തിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. പെൺകുട്ടി അതെന്താണെന്ന് നോക്കാൻ ചെന്നപ്പോൾ ഒരു പെൻസിൽ തറച്ചു കയറ്റിയിരിക്കുന്നത് കണ്ടു. പുതിയ പെൻസിൽ ആയിരുന്നത്. അതിൻ്റെ പുറം ഗിൽറ്റുകൊണ്ട് പൂശിയിരുന്നു. പെൺകുട്ടി ആ പെൻസിൽ തടിയിൽ നിന്നും മൂരിയെടുത്തു. അവൾ ആ പെൻസിൽ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് രാത്രി അവൾ ആ പെൻസിലെടുത്ത് എഴുതി നോക്കിയപ്പോൾ ഒരു വലിയ ആണിയാണ് കണ്ടത്. അവൾക്കൊന്നും മനസ്സിലായില്ല. നേരം വെളുത്തപ്പോൾ അടിച്ചു ചതച്ചിട്ടതുപോലെയുള്ള അവളുടെ മൃതശരീരമാണ് വീട്ടുകാർ കണ്ടത്. അവളുടെ കയ്യിൽ ആ വലിയ ആണിയുമുണ്ടായിരുന്നു. താൻ കവിടി നിരത്തിയ പലക എത്രയോ പഴക്കമുള്ളതാണ്. തലമുറകളായി ലഭിച്ചതാണ്. ഐശ്വര്യമുള്ളതാണ്. ആ പലകയിൽ തൊടാൻ ഒരു അറുകൊലയ്ക്കോ മാടനോ ധൈര്യം വന്നിട്ടില്ല. ഇപ്പോഴിതാ നടക്കാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു. മറ്റൊരു രാശിപ്പലകയെക്കുറിച്ച് ജയന്തൻ നമ്പൂതിരിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യൂ, ഇന്ന് നിങ്ങൾ മടങ്ങേണ്ട, ഇവിടെ കഴിയുക. വേണ്ട വിധി ഞാൻ ഉണ്ടാക്കാം. ജയന്തൻ നമ്പൂതിരി അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ അന്നവർ അവിടെ തങ്ങി. അന്ന് അർദ്ധരാത്രിയായപ്പോൾ ജയന്തൻ നമ്പൂതിരി വിശ്വമംഗലം പഴയ തറവാട്ടിലെത്തി. അദ്ദേഹം നിലവറയ്ക്കടുത്ത് പോയി നിന്ന് ധ്യാനിച്ചു. എന്താ ജയന്ത? നിലവറയ്ക്കുള്ളിൽ നിന്നും ഭീതിപ്പെടുത്തുന്ന ആ സ്വരം കേട്ടു. അധ്യായം 7. നിലവറയ്ക്കുള്ളിൽ നിന്നും വിശ്വമംഗലം ഇല്ലത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പൂർവ്വ പിതാമഹനായ സൂര്യനാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ജയന്തൻ നമ്പൂതിരി വിറച്ചുപോയി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ സമാധിയിൽ ചെന്ന് വിളിക്കുന്നത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അങ്ങനെയൊന്ന് ചെയ്യാവൂ എന്ന് പറഞ്ഞു പോന്നിരുന്നു. പ്രശ്നപ്പലക പറന്നു പോയപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? വിശ്വമംഗലം തറവാട്ടിലെ ആദ്യത്തെ ജ്യോത്സ്യനായ സൂര്യനാരായണൻ നമ്പൂതിരിപ്പാടാണ് അകിലുകൊണ്ട് ആ പലകയുണ്ടാക്കിയത്. അതിനുശേഷം എത്രയോ കൈപ്പാടുകൾ അതിൽ പതിഞ്ഞിരിക്കുന്നു. എത്രയോ തലമുറ അതിൽ കൂടി അഷ്ടദിക്ക് പാലകന്മാരുടെയും അശ്വിനി ദേവകളുടെയും സ്ഥാനം കണ്ടിരിക്കുന്നു. അതുപോലെ പ്രേതങ്ങളും ഭൂതങ്ങളും യക്ഷകിന്നര ഗന്ധർവാദികളും എവിടെ വസിക്കുന്നുവെന്ന് കണക്കുകൂട്ടി ദൂരമളന്ന് സ്ഥാനം പറയാനുതകുന്ന പലകയായിരുന്നു അത്. അതാണ് ചിറക് വിരിച്ച് പറക്കുന്ന ഒരു പക്ഷിയെപ്പോലെ ഇല്ലത്തിലെ പ്രശ്നപ്പുരയിൽ നിന്നും ചുറ്റുമതിലിനും പുറത്തേക്ക് പറന്നുപോയത്. പലകയില്ലാതെ ഒരു പാങ്ങും ജയന്തൻ നമ്പൂതിരി കണ്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പഴയ തറവാട്ടിലെത്തിയത്. പ്രശ്നപ്പലക നഷ്ടപ്പെട്ട വിവരം ജയന്തൻ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് ഉത്തരം നൽകിയാൽ മതി, അതുപോലെ ചെയ്തു കൊള്ളാം. അന്തരിച്ചു പോയിട്ടും ഇന്നും ജീവിക്കുന്ന ഒരു സങ്കല്പമായി നിലകൊള്ളുന്ന സൂര്യനാരായണനെ അഭിമുഖീകരിക്കാൻ ജയന്തന് ശേഷിയില്ലായിരുന്നു. ആ രൂപം എങ്ങനെയിരിക്കും? ഭയാനകമായിരിക്കുമോ? ബീഭത്സമായിരിക്കുമോ? ചിലപ്പോൾ വെറുമൊരു അസ്ഥികൂടമായിരിക്കുമോ? എന്താണെങ്കിലും പരീക്ഷിക്കേണ്ട എന്ന് ജയന്തൻ തീരുമാനിച്ചു. പലക നഷ്ടപ്പെട്ടു അല്ലേ? നിലവറയ്ക്കുള്ളിൽ നിന്നും ചോദ്യമുണ്ടായി. ഉവ്വ്. ശരിപ്പെടുത്താം. ഒരു കാര്യം ചെയ്യൂ. ഈ തറവാടിൻ്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ ഒരു മുള്ളുമുരുക്ക് നിൽപ്പുണ്ട്, അറിയാമല്ലോ? ജയന്തൻ ആലോചിച്ചു. ഉണ്ട്, നിൽപ്പുണ്ട്. ആര് കണ്ടാലും ഭയന്നു പോകുന്ന ഒന്ന്. ഇലയ്ക്കു പകരം മുള്ളു തന്നെയാണ്. രാത്രി അത് കണ്ടാൽ ഏതോ വലിയ ഒരു പൈശാചിക രൂപം നിൽക്കുകയാണെന്ന് തോന്നും. സാമാന്യം വലിപ്പമുള്ള ഒരു മൃഗത്തെ അതിന്മേൽ വലിച്ചെറിഞ്ഞാൽ പോലും താഴേക്ക് പോരുകയില്ല. മുള്ളുകോർത്ത് അവിടെ തന്നെ ഇരിക്കും. അതേ ചൊല്ലി ഒരു കഥയുണ്ട്. ഒരിക്കൽ ഇല്ലത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. നങ്ങേമക്കുട്ടിയെന്നായിരുന്നു പേര്. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും അവളെ വേളി കഴിച്ചു കൊടുക്കാൻ കാരണവർ ചിന്തിച്ചതേയില്ല. നങ്ങേമയാണെങ്കിൽ സൗന്ദര്യത്തിടമ്പ്. അന്ന് ബ്ലൗസോ മേൽമുണ്ടോ ധരിക്കുക പതിവില്ലല്ലോ. മുട്ടറ്റം മുണ്ടുടുത്ത നങ്ങേമയെ കണ്ടാൽ ശിലാശില്പമാണെന്ന് ശങ്കിച്ചു പോകും. വടിവായി കൊത്തിമിനുക്കിയതുപോലെയുള്ള അവയവങ്ങൾ, മൂക്കും ചുണ്ടും താടിയും മാറിടങ്ങൾ ഉപമയില്ലാത്തവയാണ്. ദേവന്മാർ നങ്ങേമയെ കണ്ടിരുന്നെങ്കിൽ അമൃതകുംഭങ്ങൾ വലിച്ചെറിയുമായിരുന്നു. കാരണം നങ്ങേമയിൽ അമൃതുണ്ടല്ലോ. അങ്ങനെ നങ്ങേമ വെണ്ണയും കട്ടിപ്പാലും കഴിച്ച് കൊഴുത്തു. നങ്ങേമയിൽ പ്രായത്തിനൊത്ത വികാരവിചാരങ്ങൾക്ക് അതിരിട്ടു. അവൾ പുരുഷഗന്ധത്തിനു വേണ്ടി ദാഹിച്ചു. ഇല്ലം വക കാര്യസ്ഥൻ ശേഖരൻ നായർ മരിച്ചപ്പോൾ പകരം മകൻ ശങ്കരൻകുട്ടി കാര്യസ്ഥനായി. മെയ്യഴകുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ശങ്കരൻകുട്ടി. ഇല്ലത്തിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും വരാറുള്ള
ശങ്കരൻകുട്ടിയെ നങ്ങേമ്മ കണ്ണുകൊണ്ട് തന്നിലേക്ക് വലിച്ചു. ശങ്കരൻകുട്ടിയും നങ്ങേമ്മയെ കണ്ടു. നങ്ങേമ്മയെ കണ്ടാൽ ആരാണ് കൊതിക്കാത്തത്? നങ്ങേമ്മയും ശങ്കരൻകുട്ടിയും തറവാട്ടിലെ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉരപ്പുരയിൽ സന്ധിച്ചു. അവിടെ നങ്ങേമ്മയുടെ ശരീരത്തിലെ ചന്ദനത്തിൻ്റെ മണവും മഞ്ഞളിൻ്റെ നിറവും ശങ്കരൻകുട്ടിയിലേക്കൊഴുകി. ഒരിക്കൽ നങ്ങേമ്മ വെറുതെ ഛർദ്ദിച്ചു. ആ വിവരം കാരണവർ അറിഞ്ഞു. അന്നത്തെ കാരണവരായിരുന്നു രുദ്രൻ നമ്പൂതിരി. നങ്ങേമ്മയെ വിളിച്ച് വിചാരണ നടത്തി. തന്നെ കൊന്നാലും ആളെ പറയില്ലെന്ന് നങ്ങേമ്മ വയറ്റിൽ തൊട്ട് സത്യം ചെയ്തു പറഞ്ഞു. ഫലം എന്തായിരുന്നു? കോപാകുലനായ രുദ്രൻ ഗർഭിണിയായ നങ്ങേമ്മയെ പൊക്കിയെടുത്ത് കാലിൽ പിടിച്ച് ചുഴറ്റി വലിച്ചെറിഞ്ഞു. നഗ്നയായ നങ്ങേമ്മ ചെന്നു വീണത് 6 ചക്രങ്ങൾ ഒന്നുപോലെ 6 ഭാഗത്തേക്കും പിരിഞ്ഞു പോകുന്ന മുള്ളുമുരുക്കിൻ്റെ മധ്യത്തിലായിരുന്നു. നങ്ങേമ്മ പിടിഞ്ഞപ്പോൾ മുള്ളുകൾ വീണ്ടും തറച്ചു കയറി. നങ്ങേമ്മയെ രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഒടുവിൽ നങ്ങേമ്മയുടെ മൃതശരീരം മുളം കമ്പുകൊണ്ട് കുത്തിയിട്ട് ചുടുകാട്ടിൽ വെച്ച് എരിച്ചു കളഞ്ഞു. ആ മുരുക്കിൽ ഇപ്പോഴും നങ്ങേമ്മ ഉണ്ടത്രേ. വെറും നങ്ങേമ്മയല്ല, ബ്രഹ്മരക്ഷസായ നങ്ങേമ്മ. ജീവിതത്തിൽ നിന്നും മോചനം കിട്ടാത്ത നങ്ങേമ്മ. രാത്രിയുടെ ചില യാമങ്ങളിൽ ആ മുരുക്കിൻ മുകളിൽ മുടിയഴിച്ചിട്ട് രക്തത്തിൽ കുളിച്ച് ഘോരരൂപിണിയായി നിൽക്കുന്ന നങ്ങേമ്മയെ കണ്ടു ഭയന്ന് മരിച്ചവരുണ്ട്. ആ മുരുക്കിനെക്കുറിച്ചാണ് സൂര്യനാരായണൻ നമ്പൂതിരി പറഞ്ഞത്. ജയന്തൻ ശ്വാസമടക്കിപ്പിടിച്ച് കേട്ടുനിന്നു. ആ മുള്ളുമുരുക്കിനു മുകളിൽ ശിഖരം പിരിയുന്ന ഭാഗത്ത് ഒരു പോതുണ്ട്. ആ പോതിൽ ഒരു മൂങ്ങയുണ്ട്. അതിനെ പിടിച്ചുകൊണ്ടുവന്ന് കാഞ്ഞിരവേര് കത്തിച്ച അഗ്നിയിൽ ജീവനോടെ ഹോമിക്കൂ. പലക ആരു കൊണ്ടുപോയോ അത് നിന്റെ മുൻപിൽ പേടിച്ചരണ്ട് കിടക്കും, നിന്റെ അടിമയായിട്ട്. നിലവറയിൽ നിന്നും പരിഹാരമുണ്ടായി. ജയന്തൻ കൈകൂപ്പി നിന്ന് കേട്ടു. മറുപടി ഒന്നും പറഞ്ഞില്ല. ഇനി ഒന്നും തന്നെ തിരിച്ചു ചോദിക്കാനില്ലെന്ന് അറിയാമായിരുന്നു. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി അങ്ങോട്ട് ഒന്നും ചോദിച്ചിട്ട് ഫലമില്ല. പറഞ്ഞത് ചെയ്യുക, അത്ര തന്നെ. ജയന്തൻ അവിടെ നിന്ന് പിൻവാങ്ങി. സംഗതി ആകെ കുഴപ്പമായല്ലോ. ജയന്തൻ ദാനവേദൻ നമ്പൂതിരിപ്പാടിനോട് പറഞ്ഞു. എന്തേ, അശുഭലക്ഷണമാണോ? നമ്പൂതിരി തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു. ആകെ ഒരു കുഴപ്പം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചെയ്തില്ലെങ്കിൽ പറ്റൂലല്ലോ. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക? രണ്ടിലൊന്നറിയാതെ പോകണ്ട. പറഞ്ഞ പ്രകാരം ഹോമം നടത്തണമെങ്കിൽ അത് രാത്രിയിലേ പറ്റൂ. സംഗതി ക്ഷുദ്രമാണ്. വന്നു വീഴുന്നത് ദേവനോ ദേവിയോ യക്ഷിയോ ഭൂതമോ ആരുമാവാം. എത്ര ഭൂതങ്ങളെയും യക്ഷികളെയും പിടിച്ചുകെട്ടിയിരിക്കുന്നു ആ തറവാട്ടിൽ. ജയന്തൻ നമ്പൂതിരിയുടെ നിർദ്ദേശമനുസരിച്ച് ദാനവേദൻ നമ്പൂതിരിപ്പാടും വാസുദേവൻ നമ്പൂതിരിയും അവിടെ കൂടാൻ തീരുമാനിച്ചു. അതിഥികൾക്ക് കഴിയാൻ അവിടെ സൗകര്യമായിരുന്നു. ഇല്ലം വക സ്വത്തുക്കൾ അനവധിയുള്ളതുകൊണ്ട് ഭക്ഷണകാര്യം പ്രശ്നമേ അല്ലായിരുന്നു. അന്ന് കറുത്ത വാവ് കഴിഞ്ഞ 4-ാം രാത്രിയായിരുന്നു. അരിവാൾ പോലെ ചന്ദ്രൻ ആകാശത്ത് നിൽപ്പുണ്ട്. അരണ്ട വെളിച്ചം പരിസരത്തെ മൂടിയിരുന്നു. വെളിച്ചത്തിൻ്റെ ഒരു മാറാല എന്ന് വേണമെങ്കിൽ പറയാം. ജയന്തൻ മുള്ളുമുരുക്കിൻ്റെ ചുവട്ടിലെത്തി. എങ്ങനെയാ മുകളിലേക്ക് കയറുക? ഒഴിവു പറഞ്ഞിരിക്കുന്നത് മുള്ളുമുരുക്കിൻ പോതിലെ മൂങ്ങയെ ജീവനോടെ എടുക്കാനാണ്. മൂർത്തികളെ അയച്ച് എടുക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ സൂചിപ്പിക്കുമായിരുന്നു. തനിയെ കയറുക തന്നെ. നങ്ങേമ്മയുടെ ബ്രഹ്മരക്ഷസ് മുള്ളുമുരുക്കിൽ കാണാൻ വഴിയുണ്ട്. നങ്ങേമ്മയുടെ ചോര മുകളിൽ നിന്നും മുരുക്കിനു ചുറ്റും വാർന്നൊഴുകിയിട്ടുണ്ട്. ഒടുവിൽ ജയന്തൻ നമ്പൂതിരി പരകായ പ്രവേശന മന്ത്രം ജപിച്ചു. ദേഹിയിൽ പാതി മാറ്റി നിർത്തി. അതിനുശേഷം രക്തയക്ഷിയെ ആവാഹിച്ച് അടുത്തു നിർത്തി. വൃക്ഷത്തിൽ തനിക്ക് കയറാൻ കൈവച്ചു കൊടുക്കാൻ ആജ്ഞാപിച്ചു. എല്ലാം ശരിയായിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജയന്തൻ നമ്പൂതിരി വലതുകാൽ യക്ഷിയുടെ കൈയിൽ ചവിട്ടി. മുള്ളുമുരുക്കിൻ്റെ 2 മുള്ളുകളിൽ വിരലുകൾ അമർത്തിപ്പിടിച്ച് ഉയർന്നു. അടുത്ത കാലുവെച്ചു. ജയന്തൻ ഉയരുന്നതനുസരിച്ച് യക്ഷിയും ഉയർന്നു. അവസാനം കവരങ്ങളുടെ സംയോജന സ്ഥലത്തെത്തി. മുകളിലൊരു പൊട്ടിച്ചിരി കേട്ടു. എന്താ വന്നത്? ഒരു സ്ത്രീ സ്വരം. മൂങ്ങയെ എടുക്കാനാ. ആര് പറഞ്ഞിട്ടാ? തറവാട്ടിൽ സമാധിയടഞ്ഞ പൂർവ്വപിതാമഹൻ. വീണ്ടും പൊട്ടിച്ചിരിയുണ്ടായി. അത് നങ്ങേമ്മയുടെ പൊട്ടിച്ചിരിയായിരുന്നു. ഒരു ചാൺ നീളമുള്ള മുരുക്കിൻ മുള്ളുകൾ പിടയുന്ന ശരീരത്തിൽ തുളഞ്ഞുകയറി. ദേഹി വേർപ്പെട്ട ഗർഭിണിയായ നങ്ങേമ്മയുടെ ചിരി. മഹാമാന്ത്രികനായ ജയന്തൻ ആ ചിരി കേട്ട് വിറച്ചുപോയി. എടുത്തോളൂ എടുത്തോളൂ, വന്ന കാര്യം മുടക്കേണ്ട. പക്ഷേ ഞാനെന്നും ഇവിടെ കാണും, ഓർമ്മ വെച്ചോ. ഞാൻ എന്തു ചെയ്തു? ജയന്തൻ ചോദിച്ചു. ഒന്നും ചെയ്തില്ല. എന്നെ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ ആ ദ്രോഹിയുടെ തലമുറയിൽപ്പെട്ട ആൺതരിയല്ലേ നീ? ജയന്തൻ അതിന് മറുപടി പറഞ്ഞില്ല. കവട്ടയ്ക്ക് താഴെയുള്ള പോതു പരതി നോക്കി. വാസുകി മന്ത്രം ജപിച്ച് പോതിലേക്ക് കൈയിട്ടു. ഏതെങ്കിലും സർപ്പങ്ങളുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാനായിരുന്നു അങ്ങനെ ചെയ്തത്. കൈ അടുത്തുകൊണ്ടു ചെന്നപ്പോൾ
2 തിളങ്ങുന്ന കണ്ണുകൾ. ധൈര്യപൂർവ്വം തടവി നോക്കി. തൂവലുകൾ കയ്യിൽ സ്പർശിച്ചു. കഴുത്തിന് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പഴയപടി താഴേക്കിറങ്ങി. രക്തയക്ഷിയുടെ കൈകളിൽ ചവിട്ടി താഴെ ഇറങ്ങി. അകറ്റി നിർത്തിയിരുന്ന ദേഹിയെ വീണ്ടും പ്രവേശിപ്പിച്ച് ജയന്തൻ ഇല്ലത്തേക്ക് നടന്നു. അപ്പോൾ രാത്രിയുടെ 3-ാം യാമം പകുതിയായിരുന്നു. ഹോമദ്രവ്യവും കൊണ്ട് തറവാടിൻ്റെ തെക്കുള്ള കാഞ്ഞിരത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന മാടൻ തറയിലെത്തി. അവിടെയാണ് ഹോമകുണ്ഡം തീർത്തിരിക്കുന്നത്. ഹോമകുണ്ഡത്തിന് പിന്നിൽ ജയന്തൻ നമ്പൂതിരിയിരുന്നു. അഗ്നിപൂജ ചെയ്തു. അതിനുശേഷം ഘോരപിശാചായ കണ്ഠാകർണനെ തൃപ്തിപ്പെടുത്താനുള്ള മന്ത്രമോദി. മന്ത്രാക്ഷരങ്ങൾ നാവിൽ നിന്നും മുതിർന്നപ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ നിറം മാറി രക്തബിന്ദുക്കൾ പോലെ മുകളിലേക്കുയർന്നു. പരിസമാപ്തിയിൽ ജയന്തൻ മാന്ത്രിക വിദ്യയിൽ സ്തബ്ധയാക്കി നിർത്തിയിരുന്ന മൂങ്ങിയെ അഗ്നികുണ്ഡത്തിൽ എടുത്തുവെച്ചു. അതിനു മുകളിൽ ചമതമുക്കി നെയ്യൊഴിച്ചു. നെയ്യ് കത്തി നെയ്മണം പരന്നു. ജയന്തൻ മൂങ്ങയുടെ തൂവൽ കത്തിയെരിയുന്നത് കാണാൻ നോക്കിയിരുന്നു. എന്താണിത്? ഭയന്നു വിറച്ച് ജയന്തൻ പിന്നോട്ടാഞ്ഞുപോയി. അടുത്ത ഭാഗം നാളെ.